ഈ ആത്മാവിൻ്റെ ജ്ഞാനം ഈ പറയുന്ന അഷ്ടപ്രമാണങ്ങളാൽ വരില്ല. അഷ്ടപ്രമാണങ്ങളെ കൊണ്ട് ഈ പ്രമാണത്താൽ അറിയാനാവല്ല. എന്നുവെച്ചാൽ ആഗമപ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? അതാണ് ഇന്ദ്രിയം, അതായത് പ്രത്യക്ഷ പ്രമാണം, അനുമാന പ്രമാണം, ഉപമാന പ്രമാണം, ശബ്ദപ്രമാണം, ഇങ്ങനെ 6 പ്രമാണങ്ങൾ. ഈ അഷ്ടപ്രമാണങ്ങൾ കൊണ്ട് അറിയത്തക്കതല്ല തൻ്റെ ആത്മസ്വരൂപം. അതായത് വേറെ വിധത്തിൽ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളാൽ അറിയാൻ പറ്റില്ല, ഊഹിച്ചറിയാൻ പറ്റില്ല, ചിന്തിച്ചറിയാൻ പറ്റില്ല. അത് വെച്ചാൽ ഊഹിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ചിത്തമാണ്. ചിത്തം ഊഹിക്കും, മനസ്സ് സങ്കല്പിക്കും. അതുപോലെ ഈ പറയുന്ന 4 കർണങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞതിനെയാണ് പറഞ്ഞത്. ഈ പറയുന്ന ഉപമിച്ചറിയാൻ പറ്റില്ല, ഊഹിച്ചറിയാൻ പറ്റില്ല, അനുമാനത്തിൽ അറിയാൻ പറ്റില്ല. ഇങ്ങനെ ഒരു വിധത്തിലും അറിയാൻ ഒക്കാത്ത രൂപത്തിലാണ് തന്റെ സ്വരൂപം നിലകൊള്ളുന്നത്. പിന്നെ ഇതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചിട്ട് വേദം നമുക്ക് പറഞ്ഞു തരുന്നു. ഇത് മഹാവാക്യ വിചാരജന്യ ജ്ഞാനത്താൽ ഇതറിയാം. മഹാവാക്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, തത്വമസി. ഈ തത്വമസി മഹാവാക്യ വിചാരാർത്ഥ അതിന്റെ ലക്ഷ്യാർത്ഥമായിട്ട് ഇത് ഇരിക്കുന്നു. അത് ഗുരുക്കന്മാർ നമുക്ക് ഉപദേശിക്കും. അപ്പോഴാണ് ഇത് വിളങ്ങുന്നത്. അപ്പൊ അതുവരെയ്ക്ക് ഇതിന്റെ കാര്യം എന്താണെന്ന് അവർ പറയണമെങ്കിൽ ഒരു വിവേകത്തെ സമ്പാദിച്ച് വെക്കാൻ മാത്രം നമുക്കിത് ഉപകരിക്കും. അത്രയും ഇതാണ് ഇങ്ങനെ പൂർവപക്ഷ മതക്കാരെ പറ്റി സ്വാമി പറഞ്ഞു കഴിഞ്ഞ പദ്യങ്ങളിൽ. അതിൽ ചാർവാകന്മാരെ പറ്റി പറഞ്ഞു. അവര് ദേഹം ഞാനാണെന്ന് ഇരിക്കുന്നവരെയാണ് ചാർവാക മതക്കാരൻ. അത് പലതരത്തിലുണ്ട്. നൈയായികന്മാര്, ബൗദ്ധന്മാര്, വൈശേഷികന്മാര്. വൈശേഷികന്മാര് ബുദ്ധന്മാരെന്ന് പറയുന്നത് ബുദ്ധിയാണ് ആത്മാവെന്ന് കരുതുന്നവർ, ദേഹമാണ് ആത്മാവെന്ന് കരുതുന്നവരെയാണ് ചാർവാകന്മാരെന്ന് പറയുന്നത്. ഇങ്ങനെ മനസ്സ്, ബുദ്ധി, ചിത്തം ഇതെല്ലാം ഓരോ തട്ടിൽ നിന്നുകൊണ്ട് ഈ പൂർവപക്ഷ മതക്കാര് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ആത്മാവെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞു ശങ്കരഭഗവത്പാദര് ഈ അദ്വൈത സിദ്ധാന്തം സ്ഥാപിച്ചപ്പോൾ അദ്ദേഹം ഈ പറയുന്ന മതങ്ങളെല്ലാം ഖണ്ഡിച്ചു. ആ ഖണ്ഡിച്ച ഒരു പദ്യം നമ്മൾ പാടി. അതേതാണ്? ദേഹം പ്രാണൻ അഭിന്ദ്രിയാൻ അഭിചല ബുദ്ധിഞ്ച ശൂന്യം വിധു സ്ത്രീ ബാലാന്ത ജഡോപമസ്ത്വഹവിധി ഭ്രാന്താപൃശ്യം വാദിന മായാശക്തി വിലാസ കൽപ്പിത മഹാവ്യാമോഹ സംഹാരിണേ തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമിതം ശ്രീ ദക്ഷിണാമൂർത്തയെ നമ. ഇത് ഭഗവത്പാദര് ഈ മതക്കാരെ ഖണ്ഡിച്ചതാണ്. ഇതെല്ലാം അദ്ദേഹം പറയുന്നത് കേവലം മായാശക്തി വിലാസ കൽപ്പിത മഹാവ്യാമോഹമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം കേവലം ഒരു വ്യാമോഹത്തിന്റെ യഥാർത്ഥത്തിൽ ഇല്ലാത്തത്. പക്ഷെ മനസ്സിന്റെ വൈകാരിക ദൃഷ്ടിക്ക് മാത്രം ഇത് വിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ വികാര ദൃഷ്ടി മാറി അതില് ഈ പറയുന്ന പ്രബലാവ ദൃഷ്ടി വന്നാൽ ഇതെല്ലാം പോയി. ഈ പ്രബലാവ ദൃഷ്ടിയാണ് നമ്മൾ പഴകുന്നത്. പ്രബലാവ ദൃഷ്ടിയെ പറ്റി ഓരോ വാക്ക് പറഞ്ഞിട്ട് നമുക്ക് വായിക്കാം. പ്രബലാവ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. അരുവിയ ആഴി പോലും പാത്തിടും കനവ് പോലും ഒരു ചിതാകായമാന ഉരുവമാം എന്നിടത്തിൽ പിരിവനെ കാണുന്നതെല്ലാം പിരമമാം നാനേനെന്ത് പിരിവില പ്രാർവതാനെ പ്രബലാവ ദൃഷ്ടിയാകും. അതായത് ഇപ്പൊ സമുദ്രമാണ് തിരയായിട്ടും നുരയായിട്ടും പതയായിട്ടും എല്ലാമായിട്ട് ഇരിക്കുന്നത്. പക്ഷെ ഇത് തിരയായിട്ടും നുരയായിട്ടും പതയായിട്ടും ഇരിക്കുമ്പോൾ ഇത് പ്രത്യേകം കാണാതെ സമുദ്രമെന്ന് കാണും. അതുപോലെ തന്നെയല്ല. അപ്പൊ ഇതെല്ലാം വാസ്തവത്തിൽ ഇതിന്റെ കാരണത്തെ ചിന്തിച്ച് ആ ഏകമായിരിക്കുന്ന ആ പരമാത്മാവാണെന്ന് കാണുന്നതിനെയാണ് ഇവിടെ പ്രബലാവ ദൃഷ്ടിയായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രബലാവ ദൃഷ്ടിക്ക് മാത്രം ഇത് ഏകം അദ്വൈതീയമായിരിക്കുന്ന ബ്രഹ്മമാണ്. ബാക്കി എല്ലാത്തിനും ആ വൈകാരികത, അതിന്റെ മാനസികം നടത്തും. എവിടെ മനസ്സിന് പറയുമ്പോൾ വികാര ദൃഷ്ടിയാണ്, അതൊരു വികാര ദൃഷ്ടിയാണ് അത് ഉണ്ടാക്കുന്നത്. അത് ഈ രാഗം, ദേഷ്യം, കാമം, ക്രോധം ഇതിന്റെ ഈ പറയുന്ന വൈകാരികമായിട്ട് നിന്ന് ഇതിനെ നോക്കുമ്പോൾ അതിന് പല രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് വാസ്തവമല്ല. ആ വികാരം കെട്ടണമെങ്കിൽ ഇതൊന്നും അല്ല, വാസ്തവമല്ല. നമുക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ്. അപ്പൊ പറയുകയാണ്. അപ്പം ഇങ്ങനെ ഈ പൂർവപക്ഷ മതക്കാരെയെല്ലാം ഖണ്ഡിക്കുന്ന ഒരു
കാര്യമാണ് സ്വാമി പ്രഥമമായിട്ട് ഈ 7-ാം പദ്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ 8ലേക്ക് കടക്കുക. അപ്പൊ ഇതിൽ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ അഷ്ടപ്രമാണത്താൽ ആഗമ പ്രമാണത്തിൽ അറിയലും വാക്കു കേട്ട അതേകമെന്റും ഹൃദയത്തിൽ ഉണർവായെന്നും ഇത് നീ അറിയേണ്ടതിന്റെ നിന്റെ ഉള്ളിൽ തന്നെ നീ അനുഭവിച്ചറിയേണ്ട രഹസ്യമാണെന്നും ഇത് ഒന്നിനാൽ അറിയപ്പെടുന്നതല്ലെന്നും വാസ്തവത്തിൽ അതാണ് വാസ്തവത്തിലുള്ളത്. സ്വയംഭവമായിരിക്കുന്ന അത് തന്നെയാണ് വാസ്തവം. ഇതിന് സൂക്ഷിച്ച് ഉപലക്ഷിക്കാനുള്ള വഴികളെ മാത്രമേ വേദത്തിൽ പറയാൻ സാധിക്കുള്ളൂ. ബാക്കിയെല്ലാം അത് എങ്ങനെയാണോ അങ്ങനെ അത് ആർക്കും പറയാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞ് വാക്കിനും എത്തില്ല എന്ന് പറഞ്ഞു. വാക്കെന്ന് വെച്ചാൽ ഇത് ഈ ശബ്ദമാണ്, ശബ്ദജന്യമായിട്ടാണ് ഈ ശാസ്ത്രങ്ങൾ നിൽക്കുന്നത്. ഇതിനും എത്തൂല. ഇത് എത്രയോ ദൂരമെന്ന് ചിന്മനസ്വാമി പറഞ്ഞിട്ടുണ്ട്. ഈ ശാസ്ത്രങ്ങൾ വേദങ്ങൾ പോലും ആ സ്വരൂപത്തിനെ അറിയുന്ന കാര്യത്തിൽ എത്രയോ വിദൂരമാണ് പോലും. പക്ഷേ ഈ ശാസ്ത്രങ്ങളും മറ്റും എന്താണ് നമുക്ക് തരുന്നത്? കൃഷ്ണ നമുക്ക് ഇതിനെ അടയാനുള്ള ഒരു ഉപായത്തെ നിർദ്ദേശിച്ച് തരിക മാത്രമാണ് ചെയ്യുന്നത്. ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. നീ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നു പറയാനല്ലാതെ അതിന്റെ താല്പര്യമായിരിക്കുന്നത് തന്റെ ഉള്ളിൽ അനുഭവിച്ചറിയേണ്ട രഹസ്യമായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അതെന്നും അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഈ ശാസ്ത്രങ്ങൾക്കൊന്നും എത്തില്ല. ആ സ്വരൂപം ഒന്നിനാലും എത്താൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ഈ 7-ാമത്തെ പദ്യം പറഞ്ഞ അവസാനം വാക്യം തന്നെ കെട്ടാതെ വസ്തുവെന്ന് ഉരയ്ത്ത വേദം വാക്യ വിരുത്തിയാലോ വസ്തുവെ കാട്ടിട്ടെന്തോ വാക്യങ്ങളിലെ മാനമാവതേതായാകിൽ വാക്യം ഇരണ്ടും മെയ്യെ മറകൾ പൊയ്യാതെ കേളാൻ. വസ്തു എന്ന് പറയുന്നത് എപ്പോഴും വസ്തു എന്ന് പറയുന്നത് ബ്രഹ്മത്തെയാണ് പറയുന്നത്. വസ്തു ബ്രഹ്മം, അതായത് ബ്രഹ്മമായത് ഏതൊരു വാക്യത്തിനും എട്ടാതെ ഗോചരമാകയില്ലെന്ന് അർത്ഥം. ഇങ്ങനെയാണ് വേദം നമുക്ക് പറഞ്ഞു തന്നത്. വാക്യം കൊണ്ട് വാക്യത്തിൽ ഇത് ഗോചരമാകില്ല. ഏത്? ഈ ബ്രഹ്മം, ഈ വസ്തു. അങ്ങനെ പറഞ്ഞ വേദം വാക്യവിരുത്തിയാൽ, അതായത് തത്വമസി മഹാവാക്യത്തിന്റെ തുമ്പതങ്ങളുടെ ലക്ഷണാവൃത്തിയാൽ ആ വസ്തുവെ, ആ ബ്രഹ്മത്തെ കാട്ടിത്തല്ലോ ദർശിപ്പിച്ചു തന്നില്ലയോ? അതിനാൽ ബ്രഹ്മം ശ്രുതിവാക്യങ്ങൾക്ക് ഗോചരമാകുന്നു. വാക്യങ്ങളിൽ എന്ന് പറയുന്നു. എന്നാൽ ഒരു പൂർവപക്ഷമാണത്. പറയണു വാക്യങ്ങളിൽ, എന്നാൽ ആ രണ്ടുവിധ വാക്യങ്ങളിൽ മാനമാവത് പ്രമാണമായി എടുക്കാവുന്നത് ഏതെന്തായി ആകിൽ, ഏതൊന്നാണെന്ന് ആശങ്കയുണ്ടെങ്കിൽ പറയണം വാക്യം രണ്ടും മെയ്യെ. ആ വാക്യം രണ്ട് സത്യമാകുന്നു. മറകൾ പൊയ്യാതെ ശ്രുതികൾ അസത്യം പറയുകയില്ല. കേളായി ഇതിനെ ഇനിയും സമാധാനം പറയുന്നതിനെയും നീ കേൾക്കുക. ഒറ്റ വാക്കുകൊണ്ട് തീർന്നില്ല. പറഞ്ഞു വാക്യം കൊണ്ട് വാക്യത്താൽ എത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ തത്വമസി മഹാവാക്യം എന്ന് പറയുന്നത് ഒരു വാക്യമല്ല, അതുകൊണ്ട് എത്തിയല്ലോ എന്നാണ് ശിഷ്യൻ ചോദിക്കുന്നത്. അപ്പോഴും സ്വാമി നേരത്തെ പറഞ്ഞത് തെറ്റല്ലേ എന്നുള്ള അർത്ഥത്തിൽ ചോദിക്കുക. അപ്പൊ സ്വാമി പറയുന്നു വാക്യം അതായത് ശ്രുതി വാക്യങ്ങളാൽ ഗോചരമാകുന്നു. അതിന്റെ ശരിയായ പ്രമാണമായി എടുക്കാവുന്നത് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ വാക്യങ്ങൾ രണ്ടും സത്യമാകുന്നു. മറകൾ പൊയ്യാതെ ശ്രുതികൾ അസത്യം ഒരിക്കലും പറയുകയില്ല. ഇതിന് ഇനിയും സമാധാനം പറയുന്നതിനെയും നീ കേൾക്കുക. അതിന്റെ അർത്ഥം നിരൂപിക്കാൻ പോവുകയാണ്. കാരണം ഈ പറഞ്ഞത് ലൗകികമല്ല, മാനസികമായി എടുക്കുന്ന അർത്ഥമാണ് ഇദ്ദേഹം ഇപ്പൊ ഉന്നയിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ അർത്ഥം വേറൊന്നാണ്. അത് ഇപ്പൊ പറയാൻ പോകുന്നത്. കാട്ടിട്ട് എന്നതാൽ ലക്ഷണയെ അർത്ഥമാക്കിയിരിക്കുന്നു. വിശേഷണ സംബന്ധമുള്ളതായ ശക്തിവൃത്തിക്ക് ആകെയില്ലാത്തതിനാൽ ബ്രഹ്മവാക്കിനെത്തുകയില്ല എന്നും ലക്ഷണാവൃത്തിയിൽ ജ്ഞാനി കരുതനാമലകം പോലെ അനുഭവിക്കുന്നതിനാൽ വാക്കിനെത്തുമെന്നും സത്യമായി തന്നെ ഇരിക്കുന്നു എന്നുള്ളതിന് വാക്യം ഇരണ്ടും മെയ്യെ മറകൾ പൊയ്യാതെ എന്ന് പറഞ്ഞു. ഈ വാക്യങ്ങളിൽ ശക്തിവൃത്തി ലക്ഷണാവൃത്തി എന്ന് രണ്ട് വൃത്തികളുണ്ട്. ഇതില് ശക്തിവൃത്തിക്കാണ് എത്താത്തത്. ആ വാക്യത്തിലിരിക്കുന്ന ലക്ഷണാവൃത്തിക്ക് ഇത് എത്തുന്നു. അതുകൊണ്ടാണ് വാക്യം രണ്ടും മെയ്യെ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്നത് ശക്തിവൃത്തിയെ മാത്രമാണ്.
ലക്ഷണവൃത്തിയെ നമുക്കിനി പരിചയപ്പെടുത്താൻ പോകുന്നതേ ഉള്ളൂ. പറഞ്ഞു ഇത് ഗോചരമാണ്. ആർക്ക്? ഇതിന്റെ മഹാവാക്യ വിചാരജന്യ അപരോക്ഷജ്ഞാനം. അതായത് ലക്ഷണാവൃത്തിയിൽ, അതിന്റെ ലക്ഷണാവൃത്തിയിൽ ഇതിനെ അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ വാക്ക് രണ്ടും സത്യം തന്നെ ഒന്ന് പിന്നീട് പറഞ്ഞു. ഇവിടെ ലക്ഷണ എന്നത്, ലക്ഷണയെ പറ്റി പറയുമ്പോൾ ഭാഗത്യാഗ ലക്ഷണയാകുന്നു. ശക്തിവൃത്തി ലക്ഷണാവൃത്തികളുടെ സ്വരൂപം മുമ്പ് പറഞ്ഞിട്ടുള്ളത് കാണുക. നേരത്തെ നമുക്ക് പറഞ്ഞു തന്ന കാര്യം തന്നെയാണ്, ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ഒരു വാക്യത്തിന് രണ്ട് വൃത്തികളുണ്ടെന്ന് അറിയാം. അതിൽ ശക്തിവൃത്തിയാണ് എല്ലാവരും വ്യവഹരിക്കാൻ എടുക്കുന്നത്. ലക്ഷണവൃത്തി എന്ന് പറയുന്നത് ആ വ്യവഹാരം നിലപ്പിക്കുന്ന കാര്യമാണ്. ഇവിടെ തത്വമസി മഹാവാക്യം നമുക്ക് മുമ്പ് പറഞ്ഞു തന്ന സമയത്തെ പറഞ്ഞു ഭാഗത്യാഗ ലക്ഷണം, വിട്ടലക്ഷണം, വിടാത്ത ലക്ഷണം, വിട്ടുവിടാ ലക്ഷണം, ഇങ്ങനെ 3 ലക്ഷണങ്ങളെ കൊണ്ടാണ് ഇത് നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞത്. അതിന് വിട്ടലക്ഷണം പറയുമ്പോൾ എന്താണ് പറഞ്ഞത്? അതിനെ വിട്ടു. ഗംഗയിൽ ഘോഷം എന്ന് പറഞ്ഞപ്പോ ഗംഗ എന്ന പദത്തെ വിട്ടിട്ട് ഗംഗയുടെ തീരത്ത് നിന്ന് എടുക്കുന്നതിനെയാണ് അവിടെ ലക്ഷണാവൃത്തിയായിട്ട് പറഞ്ഞത്. അതുപോലെ കറുപ്പ് ചുവപ്പ് ഓടുന്നു എന്ന് പറയുന്നതിൽ വിടാത്ത ലക്ഷണത്തിൽ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ട് അത് പറഞ്ഞു കറുപ്പും ചുവപ്പും ഓടാൻ പറ്റില്ല, കാരണം അത് വെറും നിറങ്ങളാണ്. പക്ഷെ കറുപ്പ് കുതിരയോ കറുപ്പ് പശുവോ ഓടുന്നതായിട്ട് അപ്പം അത് ഒന്നുകൂടെ ആഡ് ചെയ്തു. അപ്പൊ വിടാത്ത ലക്ഷണം, വിടാത്ത ലക്ഷണം. അപ്പം ഇതിന് എടുക്കുന്ന വിധമാണ് അത് ഇരിക്കുന്നത്. ഇപ്പൊ ഗംഗയിൽ ഘോഷം ഇരിക്കാൻ പറ്റില്ല, ഗംഗ ഒഴുകുന്ന ഒരു നദിയാണ്, അതിലൊരു ഉത്സവം നടക്കില്ല. അപ്പം ഗംഗയുടെ തീരത്ത് എവിടെയോ നടക്കുന്നതായിട്ട് കാണുന്നത് പോലെ, അതുപോലെ കറുപ്പും ചുവപ്പും ഓടുന്നില്ല, പക്ഷെ കറുത്ത കുതിരയോ കറുത്ത പശുവോ ഓടുന്നതായിട്ട് കാണുന്നത് പോലെ. ഇതാണ് ദക്ഷിണാവൃത്തി. ഈ രൂപത്തിലാണ് ഈ വേദം നമുക്ക് തന്റെ സ്വരൂപത്തെ അറിയിക്കുന്നത്. അതായത് ഇത് വാക്യങ്ങൾക്ക് എത്തൂല, അതായത് വാച്യാർത്ഥത്തിന് ലക്ഷണം ഇതില്ല, അറിയത്തക്കതല്ല. പക്ഷെ ലക്ഷണാവൃത്തിയിൽ അതിനെ അറിയാം. ലക്ഷണാവൃത്തിയെ പറ്റി ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. അത് കൂടുതൽ അവരവർ തന്നെ വിചാരം ചെയ്ത് നോക്കണം. കാരണം നമ്മൾ ലോകത്തില് ആ ലക്ഷണയില് വ്യവഹാരം നടക്കുന്നുണ്ട് മനുഷ്യരുടെ ഇടയിൽ. അതായത് പറയുന്നതല്ല എടുക്കുന്നത്, ആ പറയുന്നതിലൂടെ വരുന്ന അകത്തുകൂടെ വരുന്ന ഒരു അർത്ഥമുണ്ട്. അതാണ് സ്വാമി പറയും ഇതിന്റെ അകത്തുകൂടെ ഒരു അർത്ഥം ഓടുന്നുണ്ട്, അതിന് വേണം എടുക്കാൻ എന്ന് പറയും. നമ്മളെ എടുക്കുന്നത് പ്രാഥമികമായിട്ട് ആ വാച്യമാണ് എടുക്കുന്നത്. ആ വാച്യത്തെ എടുക്കുമ്പോൾ ഇതെല്ലാം തെറ്റും. അതുകൊണ്ടാണ് വാക്കിനെത്തില്ല എന്ന് പറഞ്ഞതെന്ന് ഇവിടെ സ്വാമി നമുക്ക് പറഞ്ഞു തന്നു എന്ന് മാത്രം. അതിന് കാരണം എന്താണ്? മുമ്പ് സ്വാമി പറഞ്ഞിട്ടുണ്ട്, ഈ വാക്കിനെത്തൂല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പൊ പറയുന്നു, സ്വാമി പറയുന്നു ഇത് വാക്കിനെത്തുമെന്ന് പറഞ്ഞല്ലോ. ഇത് രണ്ടും എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നതെന്ന് ചോദിക്കുന്നതിന്റെ മറുപടിയായിട്ട് പറഞ്ഞതാണ് ഈ കാര്യം. അതായത് വാക്യത്തിന്റെ ശക്തിവൃത്തിക്ക് എത്തൂല, ആ വാക്യത്തിന്റെ ലക്ഷണാവൃത്തിക്ക് എത്തും. ലക്ഷണാവൃത്തി എന്ന് പറയുന്നത് ശക്തിവൃത്തിയുടെ പരമ്പര സംബന്ധമാണ്. അതായത് നമ്മളിങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ അകത്ത് ഒരു വിവേകം തെളിഞ്ഞ് വരുന്നത് കണ്ടിട്ടില്ലേ? ലൗകിക കാര്യത്തിലുണ്ട് സമയം. അത് ശരി, അതാണല്ലേ എന്ന് നമ്മൾ അടിയിൽ കൂടെ കാണുന്നത് ഇതാണ്, വാച്യമല്ല. അതിന്റെ പുറകെ വരുന്ന ഒരു വിവേകമാണത്. ആ വിവേകം അതാണ് ഇതിന്റെ ഉദ്ദേശം. ഇവിടെ അങ്ങനത്തെ അനുഭവമാണ്. ഇവിടെ നമ്മുടെ ഈ കാര്യങ്ങളല്ല, ഇവിടെ നമ്മുടെ ഉള്ളിൽ ആത്മാനുഭവം തെളിഞ്ഞ് വരുന്നത്. ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ആ ശക്തിവൃത്തി മാത്രം ഇങ്ങനെ ഉപദേശിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശത്തില് കേട്ടുകൊണ്ട് ശിഷ്യൻ അങ്ങനെ ഇരുന്ന് അപ്പോഴെത്രയാണ് സംഭവിക്കുന്നത്? ആ ലക്ഷണാവൃത്തിയിലൂടെ ആ സ്വരൂപത്തിലേക്ക് യാത്രയാവുകയാണ്. എന്നിട്ട് അതിൽ പോയി സമാധി കൊള്ളുകയാണ്. ഇങ്ങനെയാണ് പറഞ്ഞ് ഇതിൽ വെച്ചിരിക്കുന്നത്. വാക്യം തനിക്ക് എട്ടാതെ വസ്തുവിന്റെ ഉരക്ത വേദം വാക്യ വിരുത്തിയാൽ ആ വസ്തുവെ കാട്ടിത്തല്ലോ. വാക്യങ്ങളിലെ മാനമാവതേതെന്നാൽ വാക്യം ഇരണ്ടും മെയ്യെ മറയിൽ പൊയ്യാതെ. ഒരിക്കലും ശ്രുതി കള്ളം പറയില്ല എന്നാണ് അർത്ഥം. ശ്രുതി പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഖണ്ഡിക്കാൻ നോക്കരുത്, അത് ഖണ്ഡിക്കാൻ പാടില്ല.
പക്ഷെ അത് അറിയാൻ വേണ്ടി വേണമെങ്കിൽ അത് സുതർക്കമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക എന്നേ ഉള്ളൂ. അല്ലാതെ ഇതിനെ ഖണ്ഡിക്കാനും ഒന്നും ആർക്കും പറഞ്ഞിട്ടില്ല. പരമാർത്ഥ ഇതാണ്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നില്ല. സ്വാമി എനിക്കത് മനസ്സിലായില്ല എന്ന് പറയാനല്ലാതെ ഇതിന് ഇതാക്കാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞത്. ശ്രുതികൾ ഒരിക്കലും കള്ള പറയില്ല ശ്രുതികൾ എന്ന് പറഞ്ഞു. 9ാമത്തെ പദ്യത്തിൽ നമുക്ക് വായിക്കാം. തൻപതി അല്ലാ പേർ തമയല്ല അല്ല നല്ല നെന്റാൽ അൻപനെ കേട്ട നേരം അവൾ വെൽകി മൗനമാനാൾ. 80 പോലെ നീക്കി ഈതന്റെ ചേടിത്ത പിൻപ് പരപ്പിരമം തന്നെ പേജാമൽ കാട്ടും വേദം. ചില പുരുഷന്മാരോട് കൂടി നിന്ന നായകനുള്ള ഒരു നായികയെ മറ്റൊരുത്തനെ നോക്കിയിട്ട് നിന്റെ ഭർത്താവ് ഇവനാണോ എന്ന് കൂട്ടത്തിൽ നിന്നവരെ ഓരോരുത്തരായി കേട്ട് വന്നപ്പോൾ ആ നായിക തൻപതി അല്ലാത്തമൈ തന്റെ നായകനല്ലാത്തവരെ അല്ലൻ എന്റാൾ അല്ല എന്ന് പറഞ്ഞു. അൻപനെ കേട്ട നേരം തന്റെ നായകനെ ചൂണ്ടിക്കാണി ഇവനാണോ എന്ന് കേട്ട നേരം അവൾ വെൽകി മൗനമാനാൾ. ആ നായകി നാണിച്ച് മൗനമാനാൾ, മൗനമായി നിന്നു. 80 പോലെ ഇതാണ് എൻ്റെ ഏറ്റവും ബൃഹത്തായ ഒരു ആശയം. ഈ ആശയത്തെ പ്രതിഫലിപ്പിക്കാൻ വേറെ ഒന്നുമില്ല. ഇതാണ് സ്വാമി പറഞ്ഞിരിക്കുന്നത്. 80 പോലെ, അത് 80 പോലെ എന്ന പോലെ എന്നുള്ള ന്യായം പോലെ ഇതന്റെ നീക്കി ബ്രഹ്മമല്ലാത്തവയെ എല്ലാം ജഡമായതിനാൽ അവകളെ ഇത് ബ്രഹ്മമല്ല എന്ന് ഓരോന്നിനെ നിഷേധിച്ചു. പിന്നെ ചേടുത്ത പരബ്രഹ്മം തന്നെ ശേഷിച്ച ചേതനരൂപമായ പരബ്രഹ്മത്തെ പേജാമൽ മൗനമായി വേദം കാട്ടും, വേദം ദർശിപ്പിക്കും. ഇങ്ങനെയാണ് അതിന്റെ രീതി. എന്ത് രസമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് അതദ്വാവൃത്തി ലക്ഷണമായ ശ്രുതി എന്നറിയുക. ഇത് അതദ്വാവൃത്തി ലക്ഷണമായ ശ്രുതി എന്നറിയുക. തന്റെ നായകനല്ലാത്തവരെ അല്ല എന്ന് നായകി മൗനമായിരുന്ന നായകനെ അറിയിച്ചതുപോലെ അസത്തുക്കളെ മാത്രമേ ഇത് ബ്രഹ്മമല്ല എന്ന് നിഷേധിച്ചു വന്നിട്ട് ഒടുവിൽ മൗനമായിരുന്ന ശ്രുതിയും ബ്രഹ്മത്തെ കാണിച്ചു അതിനാലും ആ സംശയത്തെ ഒഴുക്കിയായിരുന്നു വ്യവസാരം. പുരിതമറ്റ് ഉന്നൈ അല്ലാപ്പൊരുൾ പരപ്പിരമല്ല വേന എടുത്ത് ഉരിപ്പതല്ലാൽ ലീറോട് തോറ്റമിഞ്ചി തനി മുതലാകി നിന്റെ സച്ചിദാനന്ദമൂർത്തി നിനൈ വരിഞ്ചുടരെ നിന്നെ നികഴ്ത്തുമാർ അരികിലേ മാറി എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതെന്റെ എന്ന് പറഞ്ഞിരിക്കേണ്ടത്. പിടികിട്ടി, അതൊക്കെ അറിയാം, പിടികിട്ടി. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു നേതി ചെയ്യാറുള്ളത്. ഇതെന്റെ എന്ന് കാണുന്നതിനെല്ലാം ഇത് അനാത്മാവാണ്, ഇത് ബ്രഹ്മമല്ല എന്ന് പറഞ്ഞ് നിന്നിട്ട് ഒടുവിൽ പതിയെ യഥാർത്ഥമായ തന്റെ പതിയെ കാണുമ്പോൾ അവൾ വെൽകി മൗനമാനാണ്. അവൾ മൗനമായി പോയി. ഇതൊന്നും പറയാനില്ല, ഒന്നും ചെയ്യാനില്ല. ഇതാണ് സമാധി. ഈ സമാധി വരുന്ന വിധമാണ് ഈ പറഞ്ഞത്. അവിടെ ഒന്നുമില്ല, മൗനമായിട്ട് ഇങ്ങനെ നിൽക്കും. ഇങ്ങനെയാണ് ഈ വേദം ഇതിനെ കാട്ടുന്നത്. അപ്പൊ ഇത് വെളിയിലാണോ വിക്രമ? അപ്പൊ ദക്ഷിണാവൃത്തിയിൽ തന്റെ ഉള്ളിലായില്ലേ, താൻ തന്നെ ആയില്ലേ? അതാണല്ലേ. അപ്പൊ അങ്ങനെ ഇരിക്കും, എത്രയും സമയം ഇരിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു സമാധിയിൽ. ഇപ്പൊ സമയങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അറിയാവുന്നതാണ് പറയുക. അത് എത്രയോ സമയം അതിൽ നിന്ന് എഴുതി വരണതിന് താല്പര്യം ഇല്ല എന്നുള്ളത് പിന്നീട് മനസ്സിലായി. പിന്നെ സ്വാമി ഉണർത്താൻ ശ്രമിച്ചതായിട്ട് പറഞ്ഞു, കേട്ടില്ലേ? സ്വാമി എന്തോ പ്രയാസപ്പെട്ടു എന്ന് പിന്നീട് പറയണം. കാരണം ഇങ്ങനെ ആയിപ്പോയാൽ ചിലപ്പോൾ അങ്ങനെ ഇരുന്ന് ശരീരം പോകും. പ്രാരംഭം ഇല്ലെങ്കിലും അവിടെ ഇരുന്ന് ശരീരം അതോടുകൂടി തന്നെ പോകും കേട്ടോ. അത്രേ ഉള്ളൂ.
ഇത്ര മാത്രമാണ് ഇതിന് ആവശ്യം. അത് കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥ കാര്യം മനസ്സിലായി പോയി, സംഗതി പിടിയിട്ടു. പിന്നെ ഈ ശരീരം ഇരുന്നാലും പോയാലും ഒന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ പോകുന്നവരുണ്ട്. സ്വാമി അതിന് കിട്ടില്ല. സ്വാമി തട്ടി ചിരിച്ച് തോളത്ത് തട്ടി ഒരു പ്രത്യേക രീതിയിൽ സ്വാമി ഉണർത്തിക്കളയും. ചിലർക്കൊണ്ടല്ല അതിൽ പിടിപെട്ട പിന്നെ ഇല്ല, അവർ തിരിച്ചില്ല. അങ്ങനെയുള്ളവർക്ക് അപൂർവമായിട്ടൊക്കെ ഉള്ള ആളുകളാണ് ഈ തിരിച്ച് വരണത്. നമ്മളറിയാത്ത പ്രാരംഭത്തിൽ എത്രയും പേര് വിഗ്രഹമാണ്. നമ്മളറിയാത്ത എത്രയും പേര് മഹത്തുക്കളുണ്ടെന്ന് അറിയാം. അവരൊന്നും പേരോ നാളോ ഒന്നും ആർക്കും അറിഞ്ഞില്ല. അവരിതുപോലെ ശ്രമിച്ചു, പെട്ടെന്ന് തന്നെ അവർക്ക് അതിന്റെ അനുഭവം ഉണ്ടായിട്ട് അപ്പോഴും തന്നെ പോവുകയും ചെയ്തു. ആളുകൾ മരിച്ചു പോയെന്ന് വിചാരിക്കും. അവരുടെ അങ്ങനെയല്ല. അപ്പൊ ശരി, അപ്പൊ അങ്ങനെയാണ് ആ പതിവ് സ്വാമി പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇതെങ്ങനെയാണ് ഈ നീതി എന്ന് പറഞ്ഞാൽ അത് എത്രയും നല്ല ക്ലിയർ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ലോകത്ത് കിട്ടില്ല. കാരണം എങ്ങനെയാണ് ആ മൗനമായിട്ട് ഇതെങ്ങനെയാണ് കാട്ടിയതെന്ന് മനസ്സിലായല്ലോ. തൻപതി എല്ലാ പേരുകളും പറഞ്ഞപ്പോ ആ സ്ത്രീ ഇത് എന്റെ ഭർത്താവല്ല, ഇതല്ല എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞ് ഇരുന്ന് അയാളെ കാണിച്ചുടനെ തന്നെ അവൾ വെൽകി മൗനമാണ്. അവൾ തല കുനിച്ച് മൗനമായി. അപ്പോൾ ഈ രൂപത്തിലാണ് ഈ പറഞ്ഞ നേതി ഇതിൽ ചെയ്യേണ്ടതെന്നുള്ള അർത്ഥം വരുന്നുണ്ട്. ഭാഗവതത്തിലും ഈ ഭാഗത്തെ കാണിച്ചിട്ടുള്ളതായിട്ട് സ്വാമി പറയുന്നു. പക്ഷെ തമിഴായതുകൊണ്ട് നമുക്കത് വലിയ കടുപ്പമായിരുന്നു വായിക്കാനൊക്കെ. ശരി, അങ്ങനെ മൂലം 10 കിടക്കുന്നു. മുന്തിയ ചങ്കതീരം ഒഴിന്തതെ അറിந்துകൊள்വായി പിന്തിയ ചങ്കതീര പേശും ഉത്തരവും നീ കേളായി. ഇന്ദ്രിയങ്ങൾക്ക് ഇരാതിൽ ഇതയമാം അതിനെണ്ണങ്ങൾ പുന്തിയും മനതുമെന്റെ പുറത്തകത്തുലാവിയാടും. മുന്തിയ ചങ്കതീര ഒഴിന്തതെ അറിந்துകൊள்വായി പിന്തിയ ചങ്കതീര പേശും ഉത്തരവും നീ കേളായി. ഇന്ദ്രിയങ്ങൾക്ക് ഇരാതിൽ ഇതയമാം അതിനെണ്ണങ്ങൾ പുന്തിയും മനതുമെന്റെ പുറത്തകത്തുലാവിയാടും. ബ്രഹ്മം ആഗമ പ്രമാണത്തിന് ഗോചരമാകുന്നത് എങ്ങനെയാണെന്ന് നീ ശങ്കിച്ച ഒന്നാമത്തെ ശങ്ക, നിന്റെ അന്ധക്കരണത്തിൽ നിന്ന് ഒഴിയും വിധം, നിന്റെ മനസ്സിൽ നിന്ന് മാറുന്ന വിധത്തിൽ മൊഴിന്തതൈ അറിந்துകൊள்വായി. നാം പറഞ്ഞ ഉത്തരത്തെ നീ അറിഞ്ഞുകൊള്ളുക. നേരത്തെ പറഞ്ഞു. ഇനി പിന്തിയ ശങ്കതീര പേജും ഉത്തരവും നീ കേളായി. പിന്നീടുള്ള സംശയത്തിന് സ്വയം ജ്യോതിയായ ബ്രഹ്മം മനസ്സിന് ഗോചരാഗോചരമായി വരുന്നത് എങ്ങനെയെന്ന് എന്ന രണ്ടാമത്തെ സംശയം ഒഴിയും വിധം ഞാൻ പറയാൻ പോകുന്ന ഉത്തരത്തെയും നീ കേൾക്കുക. ഇന്ദ്രിയങ്ങൾക്ക്, അതായത് നേത്രാദി സർവേന്ദ്രിയങ്ങൾക്കും ഇതയം വിരാജനാം, അന്ധക്കരണം രാജാവാകുന്നു. അതിൽ എണ്ണങ്ങൾ, ഈ അന്ധക്കരണത്തിലെ എണ്ണങ്ങൾ, ആ അന്ധക്കരണത്തിന്റെ വൃത്തികൾ നടത്തും. പുന്തിയും മനവും എൻ്റെ ബുദ്ധിയും മനസ്സുമൊന്ന് പുറത്തകത്തുലാവിയാടും. പുറത്തകത്തെന്ന് പറയുമ്പോൾ ഉള്ളിലും വെളിയിലുമായിട്ട് സഞ്ചരിച്ച് കൂത്താടി നിൽക്കുന്നു. ഉള്ളിലും വെളിയിലുമായിട്ട് സഞ്ചരിച്ച് കൂത്താടി നിൽക്കും ഈ മനസ്സും ഈ ബുദ്ധി. ഇതിന്റെ 2 വൃത്തികളാണ്. ഈ അന്ധകരണത്തിന് 2 പ്രബല വൃത്തികളാണ്, ബുദ്ധിയും മനസ്സും ബുദ്ധി. ഈ 2ആയിട്ട് പറഞ്ഞതിന്റെ കാരണം മനസ്സിന് ചിത്തത്തിനെ അടക്കും, അതുപോലെ ബുദ്ധിയിൽ അഹങ്കാരത്തിനെ അടക്കും. അങ്ങനെ 2ആയിട്ട് പറഞ്ഞതാണ്. ഈ 2ഉം എന്താണ് ചെയ്യുന്നത്? പുറത്ത് അകത്ത് ഉലാവിയാടും. പുറത്തു പോകും, വെളിയിൽ അകത്ത് നിൽക്കും, അകത്ത് വരും. ഇങ്ങനെ നിൽക്കും. ഇതാണ് ഈ 2 കരണങ്ങൾ ഇതിൽ ചെയ്യണം. അന്ധകരണത്തിന്റെ പരിണാമത്തെയാണ് വൃത്തി എന്ന് പറയുന്നത്. ബുദ്ധിരൂപ പരിണാമമായ അന്ധകരണത്തെ ജ്ഞാനത്തിന് ആശ്രയകർത്താവെന്നും അന്ധകരണത്തിന്റെ പരിണാമരൂപമായ മനസ്സിനെ ജ്ഞാനത്തിന് കരണമെന്നും പറയുന്നു. ജ്ഞാനത്തിന് കാരണമായിരിക്കുന്നത് മനസ്സാണ്. ബുദ്ധി എന്താണ്? ആശ്രയകർത്താവായിട്ടിരിക്കുകയാണ്. ഏത്? ജ്ഞാനത്തിന് ആശ്രയകർത്താവായിരിക്കുകയാണ്. അതാണ് ആ ബുദ്ധി, ആ വിചാരത്തെ അവിടെ പറയാൻ കാരണം. ബുദ്ധി വിചാരം കൊണ്ടാണ് ഇത് ഈ പറയുന്ന ഈ അജ്ഞാനം അറ്റുപോകുന്നത്. അപ്പൊ ജ്ഞാനത്തിന് ആശ്രയകർത്താവായ ബുദ്ധി, അതുപോലെ അന്ധകരണത്തിന്റെ പരിണാമരൂപമായ മനസ്സിന് ജ്ഞാനത്തിന്റെ കരണം എന്നും പറയും. ജ്ഞാനകരണമായിട്ടാണ് മനസ്സിരിക്കുന്നത്. കാരണം ഈ ബ്രഹ്മാകാര വൃത്തി മനസ്സിന്റെ ഒരു സത്വഗുണ പരിണാമമാണ്. വസ്തുത്തിൽ ഈ അഖണ്ഡാകാര വൃത്തിയാണ്, ഈ മനസ്സിന്റെ അഖണ്ഡാകാര വൃത്തിജ്ഞാനമാണ് ഇതിന് ഗോചരമാകുന്നത്. ഇതിങ്ങനെ ഈ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ദ്രിയങ്ങൾക്ക് ഇരാജന് ഇതയമാവുന്നത്
ഈ സർവ്വേന്ദ്രിയങ്ങളുടെയും രാജാവായിട്ടിരിക്കുന്നത് ഈ മനസ്സ്, ഈ പറഞ്ഞ അന്ധകരണമാണ്. ഇതയമാം അതിനെണ്ണങ്ങൾ, അതിന്റെ രണ്ട് പ്രബല വൃത്തികളായിട്ടാണ് ബുദ്ധിയും മനസ്സും. മനസ്സെന്ന് പറയുമ്പോൾ ചിത്തവും കൂടെ ചേരുന്നു. മനസ്സും ചിത്തവും ബുദ്ധിയും അഹങ്കാരവും ഇത് രണ്ടും കൂടെ ഇണക്കി രണ്ടാക്കി പറഞ്ഞിരിക്കുക. പറഞ്ഞില്ലേ 17 സൂക്ഷ്മ ശരീരത്തെ പറ്റി പറഞ്ഞപ്പോഴേക്കും 17 തത്വമാണ് സൂക്ഷ്മ ശരീരം. അതിൽ പറയണമെന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ 5, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, കർമ്മേന്ദ്രിയങ്ങൾ 5, എത്രയായി? 10 ആയി. അത് കഴിഞ്ഞിട്ട് പ്രാണങ്ങൾ 5, എത്രയായി? 15. പിന്നെ വരണം അന്ധകരണം 5 എന്നാണ് പറയാനുള്ളത്. അപ്പൊ അവിടെ പറഞ്ഞത് വെച്ചാൽ അന്ധകരണം 2 ആക്കി പറഞ്ഞു. അങ്ങനെയാണ് 17 തത്വം സൂക്ഷ്മ ശരീരമായിട്ട് പറഞ്ഞത്. അതിൽ 17 തത്വം എന്ന് വെച്ചാൽ ബുദ്ധിയിൽ അഹങ്കാരവും മനസ്സിൽ ചിത്തവും കൂടെ അടക്കി 2 ആക്കി പറഞ്ഞു. അതങ്ങനെയാണ്. അത് മനസ്സിലാക്കി, അല്ലെ ക്ലിയറാക്കി മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ആരെങ്കിലും പറഞ്ഞു കൊടുക്കാനും പറ്റും, മാത്രമല്ല നല്ല സംശയം തീർന്നതിന് പോകാനും പറ്റും. ഇത് 2 കാര്യങ്ങൾ ഈ രൂപത്തിൽ പറഞ്ഞ ഈ പദ്യം സ്വാമിയുടെ ഉപസംഹരിച്ചു. ഇതിന് ശരിക്കുള്ള ആശയം ഇതാണ്. നീ നേരത്തെ പറഞ്ഞ സംശയത്തിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതെങ്ങനെയാണ്? ആ സ്ത്രീയെ പറ്റി പറഞ്ഞു ഇതന്റെ ചേടിത്ത പിരമം എന്ന് പറഞ്ഞ ആ രൂപത്തില് ആ സമാധി അതിൽ വരുന്ന കാര്യം പറഞ്ഞു. അങ്ങനെയാണ് ഇതിനെ വേദം അറിയിക്കുന്നത്, തന്റെ സ്വരൂപത്തെ വസ്തുവിനെ അറിയിക്കുന്നത്. രണ്ടാമത് പറഞ്ഞു, ഈ ഇതിനെപ്പറ്റി പറഞ്ഞ രണ്ടാമത്തെ ചങ്ക തീർക്കാൻ വേണ്ടി പറഞ്ഞു ഈ മനസ്സിനെയും ബുദ്ധിയെയും കൂടെ ചേർത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഈ ബുദ്ധി എന്ന് പറയുന്നത് ജ്ഞാനത്തിന് ആശ്രയകർത്താവെന്നും അതുപോലെ തന്നെ ഈ മനസ്സ് ഈ ജ്ഞാനത്തിന്റെ കരണമെന്നും പറഞ്ഞു. ജ്ഞാനകരണമായിട്ടിരിക്കുന്ന ഈ മനസ്സ് തന്നെയാണ്. പക്ഷെ ആ മനസ്സ് ദുഷിച്ചിരിക്കുകയാണ്. എങ്ങനെ? ഈ രാഗാദി വൃത്തികൾ വന്ന് അതിനെ ദുഷിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ വരേണ്ട ഏതാണ്? അഖണ്ഡാകാര വൃത്തിയാണ്. ഈ അഖണ്ഡാകാര വൃത്തി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ സർവവും ഈ വ്യവഹാരങ്ങളും ഒടുങ്ങി, അതായത് വ്യവഹാരരഹിതമായിട്ട് അന്യപരാവൃത്തി, ഈ വാക്കുകൾ കിട്ടാൻ പാടാണ്. ഈ അന്യപരാവൃത്തി രൂപമായിട്ട് മനസ്സിരിക്കുന്നില്ല. ഏതെങ്കിലും രൂപത്തിൽ മനസ്സെപ്പോഴും വൃത്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അവർ പറയുന്നു ഇതിന് പ്രബലമായ 2, 3, 4 പേരുണ്ട്. ഈ 4 പേരെ പിടിച്ച് ബാക്കി എല്ലാവരും ഇരിക്കുക. അവിടെ കാമക്രോധന്റെ ലോഭഞ്ചാതി ഏകീയതിഷ്ഠ തസ്കരാഹ ജ്ഞാനരത്നാപകാര എന്നൊക്കെ ഭഗവത്പാദർ പാടിയിട്ടുണ്ട്. അപ്പൊ ഈ വൃത്തികൾ കൊണ്ട് എന്ത് പറ്റും? മനസ്സിൽ ഈ അഖണ്ഡാകാര വൃത്തി ജ്ഞാനം ഉണ്ടാവണില്ല. പക്ഷെ നമ്മുടെ ഉദ്യമം എന്താണ്? ഈ വൃത്തികളെല്ലാം തുടച്ചു നീക്കി മനസ്സ് അഖണ്ഡാകാരമാക്കാൻ. പക്ഷെ മനസ്സെപ്പോഴും സത്വഗുണത്തിൽ തന്നെ നിർത്തുക. ഈ സത്വഗുണത്തിൽ തന്നെ നിലനിൽക്കാനായിട്ട് അത് കഴിയാത്ത എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു അവര് ഈ പറഞ്ഞ മനസ്സിന്റെ രാഗദ്വേഷ മതമത്സരങ്ങളാണ്. അത് എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അവർ പറയുന്ന പൂർണ്ണതയില്ല, ഒന്നിലും ഒരു നിറവില്ല, ഒരു കുറവാണ്. ഒരു കുറവിൽ നമ്മൾ നിൽക്കുന്നതാണ് നമുക്കിതെല്ലാം ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് അവർ പറഞ്ഞു നീ ബ്രഹ്മമാണ്, നീ ദേഹമോ ഇന്ദ്രിയോ മനസ്സോ ബുദ്ധിയൊന്നും അല്ല, നീ സച്ചിദാനന്ദ ബ്രഹ്മസ്വരൂപമാണ് കുഞ്ഞ്. ഇതിനെ അവർ ഉപദേശിച്ചത് തന്നെ ആ നിറവ് ഇതിൽ വരുത്താനാണ്. നിറവ് വരുത്തി കഴിഞ്ഞാൽ കുറവുണ്ടെങ്കിൽ എപ്പോഴും ഈ പറയുന്ന രൂപത്തിലുള്ള മനോവൃത്തികൾ ഇതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ മോശക്കാരനാണെന്ന് പറഞ്ഞാൽ കേട്ടോ, ആ ഒരാൾ പറയുന്നതുകൊണ്ട് നമ്മൾ ബാധിക്കുന്ന എപ്പോഴാണ്? ഞാൻ മോശക്കാരനെന്ന് ഞാനും കൂടെ വിചാരിക്കണം, എന്തോ തരത്തിൽ ഞാനും ഡീഗ്രേഡ് ചെയ്യണം. മറിച്ച് ഗുരു പറഞ്ഞു നീ ബ്രഹ്മസ്വരൂപമാണെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്നെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും? ആരാണ്? ആത്മസ്വരൂപമാണ്. ഇത് ഒരിക്കലും മറക്കരുത്. ഈ ദേഹാദികളെ നോക്കിയാണ് ഒരാൾ നമ്മളെ നിന്ദിക്കുന്നതും സ്തുതിക്കുന്നതുമല്ല. ഇതിനെ ഒന്ന് മറികടക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അത് തന്നെ വേറെ മുക്കാൽ അജ്ഞാനവും പോയെന്നാണ് പറയുന്നത്. കാരണം മനസ്സ് നേർമേൽ നിന്നിട്ട് ഈ അഖണ്ഡാകാര വൃത്തിയെ ഉണ്ടാക്കും. ഇതാണ് വേദത്തിന്റെ താല്പര്യം. മനസ്സിനെ അഖണ്ഡാകാര വൃത്തി ഉണ്ടാക്കാനാണ് ഈ ശ്രമണം ഇതിൽ കൊടുത്തിരിക്കുന്നത്. ശ്രമണം വേറൊന്നുമില്ല. ആദ്യം പരോക്ഷമായി പറഞ്ഞു നീ ബ്രഹ്മമാണെന്ന് പറഞ്ഞു. രണ്ടാമത് അപരോക്ഷമാക്കാൻ വേണ്ടി പറഞ്ഞു നീ അത് അറിയാൻ വേണ്ടി ചെയ്യേണ്ടതാണ് ഈ മനോവൃത്തികളെല്ലാം നീ ചെയ്തേണ്ടതെന്നുള്ള രൂപത്തിൽ തള്ളി നീ അതിന്റെ അനുഭവത്തിലേക്ക് നിനക്ക് വരാൻ സാധിക്കും. അങ്ങനെ നീ അറിഞ്ഞു. പരോക്ഷമായി അപരോക്ഷമായി അറിഞ്ഞ ഒരാളിനെയാണ് ജ്ഞാനി എന്ന് പറയുന്നത്. ഒരു ജ്ഞാനിക്ക് മാത്രമേ ഈ ഒരു ഭാഗം വ്യക്തമാവുള്ളൂ. അപ്പൊ ഇതാണ്. അപ്പൊ ഇതാണല്ലേ
എന്ന് അദ്ദേഹത്തിന് വരുന്ന ഒരു പ്രതിജ്ഞയാണ്. പിന്നീട് അദ്ദേഹത്തിന് ഈ ലോകത്ത് ജീവിക്കുന്നതിൽ യാതൊരു ബന്ധമില്ലാതെ ജീവിക്കാൻ പറ്റും. ഇതൊന്നും അദ്ദേഹത്തിന് ഒട്ടുമില്ല. പൂർണ്ണ നിറവിലേക്ക് മാറിപ്പോയി എന്നുള്ളതാണ് അർത്ഥം. 2 സംശയങ്ങളെയും ഒഴിപ്പിച്ചു. ഇതിൽ പ്രത്യേകമായി മനസ്സിലാക്കുന്ന ബുദ്ധി ഇതിൽ വേണം. ബുദ്ധി എന്തിനാണ്? ഇതിന്റെ ആശ്രയകർത്താവായിരിക്കുന്ന ബുദ്ധിയാണ്. ജ്ഞാനത്തിന് ആശ്രയകർത്താവ്. അതുകൊണ്ടാണ് ആ ബുദ്ധി വിവേകം കൊണ്ട് വിചാരം കൊണ്ട് ഇതിലേക്ക് വരാൻ ഒരാൾക്ക് വന്നു ചേരാൻ പറ്റും. എന്ന് വിചാരിച്ച് ബുദ്ധിയല്ല ആത്മാവ്. അതുപോലെ മനസ്സ് ഇതിന്റെ എന്താണ്? മനസ്സ് കരണമാണ്. എങ്ങനെയുള്ള കാരണം? ജ്ഞാനത്തിന്റെ കരണമാണ്. അത് കാരണം ഈ മനസ്സ് അഖണ്ഡാകാരമായി വന്നേ പറ്റും. അങ്ങനെയാണ് അറിയിക്കുന്നത്. തന്റെ സ്വരൂപത്തെ അറിയിക്കുന്നത് മനസ്സ് അഖണ്ഡാകാര വൃത്തിയായിട്ട് പരിണമിച്ചാൽ. ഒരു വ്യക്തി പറഞ്ഞ ഈ അഖണ്ഡാകാര വൃത്തി തന്നെയാണ് സമാധിയായിട്ട് ഇരിക്കുന്നത്. അവിടെ ഒന്നുമില്ല. അവിടെ താൻ മാത്രമായിട്ടിരിക്കും. അന്യമായ ഒന്നുമില്ല. ഒരു പ്രയത്നമില്ലാതെ തന്നെ നിൽക്കുന്ന ഒരു നിലയാണ് സമാധിയായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രയത്നിച്ചാണ് അത് എല്ലാത്തിനും നിഷേധിച്ച് ഇതണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴും ഇടിച്ചു കയറി വരും മറ്റേ ആൾക്കാർ. അപ്പൊ അതിനവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനോടുള്ള ഒരു താല്പര്യം കൂടെ ഉണ്ടായിരിക്കും. ജിജ്ഞാസ. ആ ജിജ്ഞാസയുള്ള ഒരാൾ കൂടെ ആയിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് മനസ്സിലിരിക്കും. 11ാമത്തെ പദ്യം. ഉന്മുഖം പോൽ കണ്ണാടിക്കുള്ള ഒരു മുഖം കണ്ടാർ പോൽ ചിന്മയ വടിവിൻചായ ചിത്തുപോൽ ബുദ്ധി തോന്നും. നിൻ മനോവൃത്തി എന്റെ നിഴൽ വഴിയായി ഉലാവും ധന്മനൻ മകനെ ഇത്തൈത്താനുണ്ടോ ജ്ഞാനമെന്താ. ഈ ജ്ഞാനത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ഉന്മുഖം പോൽ കണ്ണാടിക്കുള്ള ഒരു മുഖം കണ്ടാർ പോൽ ചിന്മയ വടിവിൻ ചായ ചിത്തുപോൽ ബുദ്ധി തോന്നും. നിൻ മനോവിരുത്തി എന്ന നിഴൽ വഴിയായി ഉലാവും തന്മനൻ മകനെ ഇത്തിത്താനല്ലോ ജ്ഞാനമെന്താ. ഉന്മുഖം പോലെ, അതായത് നിന്റെ മുഖം പോലെ കണ്ണാടിയുടെ ഉള്ളിൽ ഒരു മുഖം കണ്ടാൽ പോൽ മറ്റൊരു മുഖം പ്രതിഫലിച്ച് കാണുന്നത് പോലെ ചിന്മയ വടിവിൻ ചായ ചിത്തുരൂപമായ കൂടത്തിന്റെ ഛായ ചിത്തുപോൽ മറ്റൊരു ചേതനം പോലെ ബുദ്ധി തോന്നും. ബുദ്ധിരൂപമായ അന്ധകരണത്തിൽ പ്രതിബിംബമായി കാണും. നിൻ മനോവിരുത്തി, നിന്റെ മനോവൃത്തിയായത് അന്ധ നിഴൽ വഴിയായി, ആ ഛായ വഴിയായി, ഛായക്കനുസരിച്ചതായി ഉലാവും. ഉലാവ് എന്ന് പറഞ്ഞാൽ വിഷയദേശത്തിൽ സഞ്ചരിക്കും. തന്മനൻ മകനെ, ധർമ്മരൂപിയായ നല്ല മകനെ, ശിഷ്യ. ഇവിടെ ധർമ്മരൂപിയ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതിനെ വേർതിരിച്ചറിയണമെങ്കിൽ ആ ധർമ്മത്തിലൂടെ ജീവിതം നയിച്ചു പോകുന്ന ഒരു ആളായിരിക്കണം. ധർമ്മരൂപിയായ മകനെ, തന്മനൻ മകനെ, ഇത്തൈത്താനുണ്ടോ, ഈ വൃത്തിയെ അല്ലയോ ജ്ഞാനമെന്ന് പറയുന്നത്. ഈ വൃത്തിയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. നിന്റെ മുഖം പോലെ കണ്ണാടിയുടെ ഉള്ളിൽ ഒരു മുഖം മറ്റൊരു മുഖം പ്രതിഫലിച്ച് കാണുന്നത് പോലെ ചിന്മയ വടിവിൻ ചായ, ചിത്രൂപമായ കൂടസ്ഥന്റെ ഛായ മറ്റൊരു ചേതനം പോലെ ബുദ്ധി തോന്നും. ബുദ്ധിരൂപമായ അന്ധകരണത്തിൽ പ്രതിബിംബിക്കും. ജീവനായിട്ടിരിക്കുന്ന ഈ ബുദ്ധി പ്രതിഫലിച്ച കൂടസ്ഥനാണ്. ബുദ്ധി പ്രതിഫലിച്ചിരിക്കുന്ന കൂടസ്ഥനാണ് ജീവനായിട്ട് നമ്മൾ പറഞ്ഞത്. ജീവൻ വാസ്തവത്തിൽ ബ്രഹ്മമാണ്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ ഇവിടെ പറയാണ് നിന്റെ മനോവൃത്തിയായത് അത് മനോവൃത്തിയായത് ആ ഛായ വഴിയായി, ആ ഛായക്കനുസരിച്ചതായി ഉലാവും, വിഷയദേശങ്ങളിൽ സഞ്ചരിക്കും. തന്മനൻ മകനെ, ധർമ്മരൂപിയായ മകനെ, നല്ല മകനെ, ശിഷ്യ, ഇതിനെയാണ്, ഈ വൃത്തിയെ അല്ലയോ ജ്ഞാനമെന്താ, ഇതിനെയാണ് ജ്ഞാനമെന്ന് പറയുന്നത്. വല്ലതും മനസ്സിലായ കൃഷ്ണ? പിടിയില്ല, ഇല്ല. അപ്പൊ ഇതാണ് ഇതിന്റെ രൂപം. യഥാർത്ഥത്തിൽ ആ ബുദ്ധി പ്രതിഫലിച്ച് ആ ചൈതന്യ രൂപമായിരിക്കുന്ന ജീവൻ, ആ ജീവനാണ് എങ്ങനെ രൂപമായ അന്ധകരണത്തിൽ പ്രതിബിംബിക്കും. ആ മനോവൃത്തി അപ്പോൾ ഈ സമയത്ത് തന്റെ മനോവൃത്തി രൂപമായത് എങ്ങനെ സഞ്ചരിക്കും? വിഷയങ്ങളിൽ സഞ്ചരിക്കുമല്ലോ. ഇതിന്റെ മനോവൃത്തിയായത് അന്ത നിഴൽ വഴിയായ ആ ഛായ വഴി അതനുസരിച്ചതായി ഉലാവും.
വിഷയദേശങ്ങളിൽ സഞ്ചരിക്കൂ. കന്മനൻ മകനെ, ധർമ്മരൂപിയായ നല്ല മകനെ, ഇത്തിത്താനല്ലോ ഈ വൃത്തിയല്ലയോ ജ്ഞാനം എന്ന് പറയുന്നത്. ഈ വൃത്തിയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് നമുക്ക് മനസ്സിലാകാത്തതെന്ന് ചോദിച്ചാൽ, സത്യത്തിൽ വിഷയദേശങ്ങളെന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മൾ ഇപ്പോഴേ അത് വേറൊന്നായിട്ടാണ് നമ്മൾ അതിനെ ദർശിക്കുന്നത്. എന്തുകൊണ്ട്? ജ്ഞാനമില്ലാത്തതുകൊണ്ട്. ജ്ഞാനം എന്ന് പറയുന്നത് അഭേദ ദർശനത്തെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. വേറെ രൂപത്തിൽ പറയാം, ഭേദമറ്റ് കാണുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇപ്പം ഞാനും ഈ വിക്രമനുമായിട്ട് ഭേദത്തോടു കൂടി നമ്മൾ കാണുന്നതിനെയാണ് ജീവത്വമായിട്ട്, അതായത് അജ്ഞാനമായിട്ട് പറഞ്ഞത്. നമ്മൾ തങ്ങളിൽ ഒരു ഭേദമില്ലെന്ന് കാണുന്ന രൂപത്തിൽ വരുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നമ്മൾ തങ്ങളിൽ ഭേദമില്ലാതെ ഇരിക്കുന്നതിന് എന്ത് ചെയ്യണം? ഒരു പറഞ്ഞു ഈ ഉപാധികളും നേടിയത്. അതുകൊണ്ടാണ് ദേഹമല്ല, ഈ ദേഹത്തെ മാറ്റിയത്. ഈ ബുദ്ധിയല്ല, ഈ മനസ്സല്ല. മനസ്സെന്ന് പറഞ്ഞാൽ ചിന്തകളാണ്, വിചാരങ്ങളാണ്, ഇതല്ല. അപ്പൊ ഇതിനെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്ക് അവശേഷിക്കുന്ന ആ ഒരു ചൈതന്യം, അത് തങ്ങളിൽ ഐക്യമാണ്. ഇത് തങ്ങളിൽ ഐക്യമാണ്. ആ ഐക്യം എന്ന് പറയുന്നത് അഭേദമായിട്ട് ഞാനും നീയും ഒന്നെന്ന് കണ്ടത്. അപ്പൊ ഈ രൂപത്തിലാണ് വാസ്തവത്തിൽ വിഷയങ്ങൾ ഇരിക്കുന്നതെങ്കിലും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അത് വേറെ, ഇത് വേറെ, മറ്റത് വേറെ, മറിച്ചത് വേറെ, ഇങ്ങനെ ഈ രൂപത്തിൽ നാനാത്വമായിട്ട് ഇതിൽ ആയിപ്പോയി. ഇതാണ് നമുക്ക് ദോഷമായിട്ട് സഞ്ചരിക്കുന്നത്. ഇതിനെ അറിയുന്ന പറയുന്നില്ല, അതിലൂടെ സഞ്ചരിക്കുന്ന വൃത്തി തന്നെയാണ് ജ്ഞാനമായിട്ടും പറയുന്നത്. കുറച്ച് നല്ല സൂക്ഷ്മത്തിൽ ഏകാന്തത്തിൽ ആലോചിക്കുക, അപ്പോഴും പിടികിട്ടും. കുറച്ച് ഈ ഭാഗത്ത് സ്വാമി ജ്ഞാനത്തെ പറ്റി ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പറഞ്ഞു നമുക്ക് മറ്റു ശ്രുതികളെ വെച്ചുകൊണ്ടാണ് ഞാനതിന് ആൻസർ ചെയ്തത്. അഭേദ ദർശനമാണ് ഞാൻ. പക്ഷെ വിഷയദേശങ്ങൾ എന്ന് പറയുമ്പോൾ അനവധിയായി. ഈ അനവധിയായപ്പോൾ മനസ്സ് ചിന്ത ഭിന്നമായി. വാസ്തവത്തിൽ മനസ്സ് ഏകമാണ്. ആ സത്വഗുണത്തിൽ മനസ്സ് ഏകമാണ്. സത്വഗുണം ഏകമാണ്, അതുകൊണ്ട് മനസ്സ് ഏകുന്നത്. പക്ഷെ രജഗുണ തമഗുണങ്ങളിൽ അതാണ് അവിദ്യ. ഈ അവിദ്യയിൽ മനസ്സ് ചിന്ന ഭിന്നമാണ്. അത് രാഗദ്വേഷ മതമത്സരങ്ങളെല്ലാമായിട്ട് പല 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 തട്ടായിട്ട് ഈ മനസ്സ് നിൽക്കും. ഈ മനസ്സിനെത്തൂല. ഈ മനസ്സിന് അതിന്റെ സ്വരൂപത്തെ അറിയാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ താല്പര്യം ഇത്രയേ ഉള്ളൂ. ഈ മനസ്സും ബുദ്ധിയും ഇവിടെ ആവശ്യമാണ്. കാരണം ബുദ്ധി ജ്ഞാനത്തിന്റെ ആശ്രയകർത്താവായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബുദ്ധി വേണം. ബുദ്ധി തീർത്തും തള്ളിക്കളയുന്നില്ല. അതുപോലെ മനസ്സ് ഇതിന്റെ കാരണമായിരിക്കുകയാണ്, ജ്ഞാനത്തിന്റെ കാരണം. അതുകൊണ്ട് മനസ്സും ഇവിടെ വേണം. പക്ഷെ എങ്ങനെ ഇരിക്കണം മനസ്സ് ബുദ്ധി എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, ഈ പറയുന്ന ശുദ്ധമായിരിക്കണം. ഒരു വിധത്തിലുള്ള ദൂഷ്യങ്ങളും ഇല്ലാതായിരിക്കും. ആ രൂപത്തിൽ നിലനിർത്തി കൊണ്ടുവരണം മനസ്സ്. നമ്മുടെ ഗുരുദേവനെ ആർക്കും അറിഞ്ഞൂടാ, അദ്ദേഹം ചുമ്മാ ഇരിക്കില്ല. ശ്രീരാമൻ പറഞ്ഞു കേട്ടതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് പറയും. പറഞ്ഞു കേട്ടതിൽ നിന്ന് സ്വാമി എപ്പോഴും ഒന്നും ചെവരില് എന്നിട്ട് എന്തെങ്കിലും ഒരു പേപ്പർ പിടിച്ചോണ്ടിരിക്കും. ചുമ്മാ നിൽക്കില്ല സ്വാമി, ചുമ്മാ നിൽക്കുകയില്ല. അവിടെ പോയി അവിടെ ചെന്നിട്ടിങ്ങനെ തടവി നോക്കിയിട്ട് അവിടെ കണ്ണു കണ്ടുകൂടല്ലോ. എന്നിട്ട് പോലും ഇങ്ങനെ തടവി തിരുമിയൊക്കെ ചെയ്ത് ഇങ്ങനെ നിൽക്കും. ഇത് സ്ഥൂലത്തില് എന്താണ്, സൂക്ഷ്മത്തിൽ എന്താണ് പറയണമെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മുടെ മനസ്സിനെ വെടുപ്പാക്കി വെക്കണമെന്ന്. മനസ്സിൽ ഒരു വിളക്കിൽ ക്ലാവ് വെക്കും പോലെ പറ്റും. വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഈ മനസ്സ് ദുഷിക്കും. ഈ ദുഷിപ്പതിൽ വരാനേ പാടില്ല. കാരണം ജ്ഞാനകാരണമായിട്ട് വിളങ്ങേണ്ട മനസ്സാണ് നമ്മൾ ദുഷിപ്പിച്ച് കളയാനായിട്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. നീ എത്ര വില കൊടുത്തും ആ മനസ്സിനെ ആ സത്വഗുണത്തിൽ തന്നെ നിലനിർത്തി വരുന്നത് ഒരു അഭ്യാസം കൊണ്ടില്ല. പ്രധാനപ്പെട്ട അഭ്യാസത്തിൽ ഒന്നാണ്. അതുകൊണ്ടാണ് മനസ്സിന്തിയില്ല എന്നൊക്കെ അവർ പറയുന്നത്. എപ്പോ ഒക്കെയാണ് സ്വാമി ചുമ്മാ ഇരിക്കുകയില്ല എന്നാണ് പറയുന്നത്. സ്വാമി ഒരു അമരി പേപ്പർ എന്തോ അച്ഛൻ സ്വാമി ചിന്താനൊക്കെ പറഞ്ഞു കേട്ടതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ചെവരിങ്ങനെ തടവി നോക്കുക, എന്നിട്ട് വരയ്ക്കും. ഇങ്ങനെ പിന്നെയും തൊട്ട് പോകും, തടവിയിട്ട് പോളിഷായ ഇങ്ങനെ. അതാണ് സ്വാമിക്ക് പറഞ്ഞു കൊടുത്തത്. ഒരു നിമിഷം പോലും അതിലൊരു ഇത് വരാൻ സമ്മതിക്കില്ല എന്നാണ്. ഓർമ്മിച്ചോ? ഇത് ഗുരുദേവനെ പിടിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കുക. ഈ രൂപത്തിലാണ് നമ്മുടെ മുഖം ഒരു കണ്ണാടിയിൽ തെളിഞ്ഞു കാണുന്നത് പോലെ ഈ ചിന്മയ വടിവിൻ ഛായയിൽ
ഈ തന്റെ യഥാർത്ഥ സ്വരൂപത്തിന്റെ ഛായയെ ഈ ബുദ്ധി പ്രതിഫലിക്കും. ഇതാണ് ജീവനായിട്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിന്റെ അശുദ്ധി നിമിത്തം അവിടെ ജീവൻ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ദർശിക്കുന്നത്? ഈ ഉപാധിയോട് ചേർന്ന് വരുമ്പോൾ ആ ജീവൻ ഡയറക്റ്റായിട്ട് ആ വസ്തുവല്ല, ബ്രഹ്മമല്ല, ആ രൂപത്തിലാണ്, അത് വേറൊന്നായിപ്പോയി. അതിനാണ് അവർ പറഞ്ഞ് ആ ജീവന്റെ ഉപാധികളെ നേടിയത്. ഇതിനെല്ലാം എടുത്ത് മാറ്റി അത് ശേഷിക്കുന്ന നോക്കാൻ പറഞ്ഞു. ശേഷിക്കുന്നത് നോക്കിയപ്പോൾ തങ്ങളിലൊന്നാണ്, തങ്ങൾ ഐക്യപ്പെട്ടതായിട്ട് ഉള്ള അനുഭവം മഹത്തുക്കൾ കണ്ടുപിടിച്ച് പറഞ്ഞു. അപ്പൊ അതിന്റെ ഉപാധിയെ മാറ്റി എടുക്കുക. അതാണ് നേരത്തെ പറഞ്ഞ പദ്യം. 12 ഉരുക്കിയ താരാനീർ നാനാ ഉരുവങ്ങൾ ആനാൽ പോലെ വിരുത്തികൾ കടപെടാതെ വിടയമായി പരിണമിക്കും. അരുപ്പല വിടയമെല്ലാം ആവാചൻ തോന്നിവെക്കും. ഇരുട്ടിനിൽ വിളക്കും കണ്ണും ഇല്ലാமல் പൊരുൾ കാണാതെ. അതായത് ഉരുക്കിയ താരാനീർ നാനാ ഉരുവങ്ങൾ ആനാൽ പോലെ വിരുത്തികൾ കടപെടാതെ വിടയമായി പരിണമിക്കും. അരുപ്പല വിടയമെല്ലാം ആവാചൻ തോന്നിവെക്കും. ഇരുട്ടിനിൽ വിളക്കും കണ്ണും ഇല്ലാமல் പൊരുൾ കാണാതെ. ഉരുക്കിയ താരാനീർ, അതായത് തീയിൽ വച്ച് ഉരുക്കിയ ഈയം നാനാ രൂപങ്ങളാനാൽ പോലെ ആ അച്ചിൽ വിടപ്പെട്ട മാത്രയിൽ താൻ ചെന്ന് വീണ ആ നാനാ അച്ചുകളുടെ രൂപങ്ങൾക്ക് സമാനമായ രൂപം ആകുന്നത് പോലെ വിരുത്തികൾ ദേഹത്തിൽ നിന്നും നേത്രേന്ദ്രിയ ഇന്ദ്രിയങ്ങൾ വഴി വെളിയിൽ വന്ന ആ അന്ധകരണ വൃത്തികൾ കടപെടാതെ വിടയമായി ഘടം പടം മുതലായ വിഷയസമാനാകാരമായി പരിണമിച്ച് വിഷയങ്ങളുടെ ആവരണത്തെ നാശമാക്കും. വിടയമെല്ലാം കടപെടാതെ വിഷയങ്ങളെ എല്ലാം അരുപ്പല ആഭാസം തോന്നുവിക്കും. ആ അരൂപമായ സ്ഫുരണമെന്ന ആഭാസനായവൻ തോന്നിപ്പിക്കും. ചൊല്ലിനായത്തെ വ്യതിരേക ദൃഷ്ടാന്ത വഴിയായി പ്രകാശിപ്പിക്കുന്നു. ഇരുട്ടിനിൽ അന്ധകാരത്തിൽ വിളക്കും കണ്ണുമില്ലാமல் ദീപവും നേത്രവുമില്ലാതെ പൊരുൾ കാണാതെ കടപെടാതെ പദാർത്ഥങ്ങൾ എങ്ങനെ കാണപ്പെടുന്നില്ലയോ അങ്ങനെ ആവരണ വൃത്തി ഉണ്ടാക്കുന്നതിന് വൃത്തിയും സ്ഫുരണരൂപമായ സ്ഫുരണ പ്രയോജനം നിമിത്തം ആഭാസനമില്ലാതെ അനാത്മ പദാർത്ഥങ്ങൾ പ്രകാശിക്കുകയില്ല. വൃത്തിയും ആഭാസനും കൂടെ ഇല്ലാതെ ഈ പറയുന്ന അനാത്മ പദാർത്ഥങ്ങൾ പ്രകാശിക്കുകയില്ലെന്നാണ്. ഈ അനാത്മ പദാർത്ഥങ്ങളെ പ്രകാശിപ്പിച്ചിരിക്കുന്നത് ഈ വൃത്തിയും ആഭാസനും കൂടെയാണ്, ആത്മാവല്ല. അപ്പൊ ആഭാസന്റെ സ്വഭാവം ഇനി പറയും. ഇന്ദ്രിയത്തിന് ഘടത്തിന് സംബന്ധമുണ്ടാകുമ്പോൾ ഇന്ദ്രിയദ്വാര പുറത്തു വന്ന് ഒരുക്കിയ അച്ചിൽ ഒഴിക്കപ്പെട്ട ധാരാനീർ പോലെ ഘടാകാരത്തിന് സമാനാകാരത്തെ അടയുന്ന അന്ധകരണത്തിന്റെ പരിണാമത്തെ വൃത്തി എന്ന് പറയുന്നു. വൃത്തി എന്ന് പറഞ്ഞാൽ അന്ധകരണ പരിണാമമാണ്. ആ പരിണാമം എങ്ങനെയെന്ന് വ്യക്തമായി പറഞ്ഞു. അതായത് ഈ ഉരുക്കിയ ഈയം ഒരച്ചിലൊഴിച്ച് പലതരം അച്ചുകളുണ്ടെന്ന് വെച്ചോളൂ. അപ്പൊ അതിൽ ഒരച്ചിലൊഴിച്ചാൽ ആ അച്ചിന്റെ ആകൃതിയിലേക്ക് അത് മാറും. അതുപോലെ ഏതാണോ ആ അച്ച്, ആ രൂപം, അതനുസരിച്ച് ആകാരമായിട്ട് ആ രൂപമായിട്ട് അത് പരിണമിക്കും. ഇതുപോലെയാണ് മനസ്സിന്റെ വൃത്തികൾ. വൃത്തി എന്ന് പറയുന്നത് ഈ അന്ധകരണത്തിന്റെ പരിണാമങ്ങൾ. ഇപ്പൊ വിക്രമിനെ കാണുമ്പോഴേ അല്ലെങ്കിൽ ഈ ഫോട്ടോ കാണുമ്പോഴേ ആ ഫോട്ടോയുടെ തഥാകാരത്തെ ഈ അന്ധകരണം വൃത്തി പ്രാപിക്കുകയും. അപ്പൊ വാസ്തവത്തിൽ അത് വെളിയിലല്ല കാണുന്നത്, കാണുന്ന വെളിയിലല്ല. ഇന്ദ്രിയദ്വാര ആ അന്ധകരണം പരിണമിച്ച് അന്ധകരണത്താണ് അറിയുന്നത്, പരിണമിച്ച് അറിയിക്കുകയാണ്, അന്ധകരണം അറിയിക്കുക. അങ്ങനെ പരിണമിച്ച് അറിയിച്ചില്ലെങ്കിൽ, ഈ അന്ധകരണം ഇതിലില്ലെങ്കിൽ, കണ്ണ് തുറന്നാലും ഇത് അറിയാൻ പറ്റുന്നില്ല. സാധാരണ ആളുകൾ കണ്ണ് തുറന്ന് വെച്ചിട്ട് ആ അന്ധകരണം പരിണമിച്ചില്ലെങ്കിൽ ഒന്നും അറിയാൻ പറ്റില്ല. അറിയണമെങ്കിൽ ഈ വൃത്തിയും ഈ ആഭാസനും വേണം. ഇതെന്താണെന്ന് ഉള്ള രൂപത്തിൽ ഇച്ഛാസഹിതമായ വൃത്തിയാണ് ആഭാസനം എന്ന് പറയുന്നത്. അല്ല മനസ്സെന്ന് പറയും. ഇത് പല രൂപത്തിൽ നമുക്ക് വേദം പരിചയപ്പെടുത്തുകയാണ്. ഇതിനാണ് ക്ലിയർ ആവാനാണ്. ഈ ഭാഗം നല്ല ക്ലിയർ ആവണം. ധാരാളം പ്രാവശ്യം കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്ത് വന്നാൽ മാത്രമേ ഇത് ക്ലിയർ ആവുകയുള്ളൂ.
എനിക്ക് നമുക്ക് തന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്വാമിയുടെയൊക്കെ ഒരു ഇതുകൊണ്ടും മറ്റുമൊക്കെ കുറേശ്ശെ തെളിഞ്ഞു വരുന്നതാണ്. ശാസ്ത്രത്തിന്റെ ഉൾക്കരുത്തെന്ന് വെച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല, അവാദമാണ് ഇത്. നമ്മൾ വിചാരിക്കുന്നതാണ് നിസാരമാണെന്ന് വിചാരിക്കുക, അങ്ങനെ വിചാരിക്കുന്നത് മൂഢാത്മാക്കളാണ്. ഇതിനല്ല, ഇതിന് എന്തെല്ലാം അർത്ഥം ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ആ ബുദ്ധി തെളിഞ്ഞവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. മറ്റൊരു വേറെ വാചാരത്തെ എടുത്തിട്ട് ഇതാണല്ലേ ഇത്. അതിന് പരമ്പരമായ കാര്യങ്ങളുണ്ട് ഒരുപാട്, നമ്മൾ മനസ്സിലാക്കിക്കോളും. അല്ല ഒറ്റ ഒരു ചെറിയ അർത്ഥം എടുത്ത് ഉപജീവിക്കരുത്. ഇതിനെല്ലാം അതിനെയാണ് അവർ പറഞ്ഞത് ഖണ്ഡന മണ്ഡലങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഇതിനെയാണ്. അതിന് ഓരോ പൂർവക്ഷം ഇങ്ങനെ കൊണ്ടുവരിക, അതിനെ ഖണ്ഡിക്കുക, അതിപ്പം വേറെ. അപ്പോൾ ആ ബുദ്ധി അതിൽ സഞ്ചരിക്കും. ഇതിന്റെ ഒടുവിൽ എന്താണ് വിക്രമ സംഭവിക്കുന്നത്? നിർവികൽപ്പ സമാധി. ഈ പ്രയത്നത്തിന്റെ ഒടുവിൽ സംഭവിക്കുന്നത് നിർവികൽപ്പ സമാധി. ആ നിർവികൽപ്പ സമാധി വരാനുള്ള അഭ്യാസങ്ങളെയാണ് വേദം പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് മനസ്സിന്റെ വൃത്തികൾ. ഓരോ ഈ ഉരുക്കിയ ഈയമെടുത്ത് ഓരോ അച്ചിൽ ഒഴിക്കുമ്പോൾ ആ അച്ചിന്റെ ആകൃതി പ്രാപിക്കുന്നത് പോലെ ഈ വിഷയങ്ങളെ നോക്കി മനസ്സ് ആ ആകാരങ്ങളെ പ്രാപിക്കുന്നതിനാണ് വൃത്തികളെന്ന് പറയുന്നത്. ഘടത്തിന്റെ ആകാരത്തിൽ പ്രാപിച്ചു ഘടാകാര വൃത്തി. ഇത് ഓരോന്നും വൃത്തിയാണ്. ആ വൃത്തിയാണ് യഥാർത്ഥത്തിൽ ഈ വൃത്തിയെ ആ ആഭാസനുമായിട്ട് ചേരുന്നതിനാണ് മനസ്സെന്ന് പറയുന്നത്. വൃത്തിയും ഫലനും കൂടും വികാരമേ മനവൻപാറുകൾ എന്നൊക്കെ പറഞ്ഞ് ശാസ്ത്രം വഴി ഒരുപാട് കാര്യം നമുക്കറിയാം. ഇനി അങ്ങോട്ട് ഇത് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയാണ് അരിപ്പല വിനയമെല്ലാം ആഭാസൻ തോൽവിക്കും. അരിപ്പല എന്ന് വെച്ചാൽ സ്ഫുരണമെന്ന ആഭാസനായവൻ തോന്നിപ്പിക്കും. കടപെടാതെ വിഷയങ്ങളെ എല്ലാം തോന്നിപ്പിക്കും. ഇത് കടമെന്നും ഇത് പടമെന്നും ഒക്കെ തോന്നിപ്പിക്കും. ഇരുട്ടിനിൽ, അതിന് ഉദാഹരണം പറഞ്ഞ ഇരുട്ടിനിൽ വിളക്കും കണ്ണും ഇല്ലാமல் പൊരുൾ കാണാതെ. അതായത് യഥാർത്ഥത്തിൽ ഒരു പൊരുൾ കാണണമെങ്കിൽ അതിന് ദീപവും വേണം, കണ്ണും വേണം. ആ ദീപം ആ പൊരുളിനെ പ്രകാശിപ്പിക്കണം, കണ്ണ് അതിനെ കാണണം. അല്ലാതെ ഇരുട്ടത്തെങ്കിലും കാണാൻ പറ്റുമോ? ഇതുപോലെയാണ് വൃത്തിയും ഫലനും വേണം. ഫലൻ എന്ന് പറയുന്നത് ചിതാഭാസനാണ്. ചിതാഭാസനാണ് ഇവിടെ വിളക്ക്. വൃത്തി എന്ന് പറയുന്നത് കടപെടാതെയായിട്ട് പരിണമിക്കുന്ന ആ പരിണാമം. ഈ പരിണാമം ഇത് രണ്ടുമില്ലാതെ ഒരു പൊരുൾ കാണാതെ ഒരിക്കലും ഒരു പൊരുളിനെ അറിയാൻ സാധിക്കില്ല. നമ്മളിവിടെ എന്തിനാണ് വിക്രമം ചെയ്യുന്നത്? ഈ ഫലനെ എടുത്തുക. ഈ ഫലത്യാഗം, ഫലവൃത്തിയുടെ ത്യാഗമാണ് നമ്മുടെ സന്യാസം. ഫലവൃത്തിയുടെ ത്യാഗം. വേറെ രൂപത്തിൽ പറഞ്ഞ ആശയമില്ല. അവർക്കിത് അറിയണമെന്നൊരു ആശയം. അതെന്താണ്, ഇതെന്താണ് എന്നറിയണമെന്ന് തീരെ ആശയില്ലാതായിരുന്നു. ഫലനാണ് ആശ. ആശ എന്ന് പറയുന്നത് ഫലനെയാണ്. ഇതിനാണ് ചിതാഭാസനം എന്ന് പറയുന്നത്. ഇതാണ് ജീവൻ. നമ്മളെല്ലാം പ്രത്യക്ഷത്തിൽ ചിതാഭാസ രൂപം കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതെന്താണെന്ന് നമ്മൾ അറിയാനായിട്ട്. ഇതെല്ലാം അറിയണ്ടെന്ന് പറയുന്നത് അറിയുന്നില്ല എന്നല്ല അർത്ഥം. പർട്ടിക്കുലറായിട്ട് അറിയുന്നില്ല. ഇതെല്ലാം കൂടി ചേർത്ത് ആത്മാവായിട്ട് ബ്രഹ്മമായിട്ടിരിക്കുന്നു. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ അറിയത്തക്കതായിട്ടില്ല. അറിയത്തക്കതായിട്ടുണ്ടെങ്കിൽ അറിയണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി വൃത്തി വെളിപ്പെടും. ഇതില്ലെങ്കിലോ ഈ വൃത്തി വെളിപ്പെടാതെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കും. ഇവിടെ ഫലത്യാഗം എന്നാണ് പറഞ്ഞത്. നമുക്ക് ഇതിന്റെ അർത്ഥം വന്നിട്ട് എത്ര രൂപത്തിൽ മഹത്തുക്കൾ പറഞ്ഞു തന്നു. ആശയറ്റോർക്ക് ഇമ്പമില്ലേ, തുன்பമില്ലേ, ഇരുളില്ലേ, വെളിയില്ലേ, ഇരുവിനകളില്ലേ, നീയില്ലേ, ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞ് തമിഴ് സ്വാമിമാർ ഇതിനകം തകർത്തിട്ടുണ്ട്. ആശയറിവിൻ ഈശ്വരനോടായാലും ആശയറിവിൻ. അതിൽ അങ്ങനെ അറിയാൻ വേണ്ടി നോക്കരുത്. ഇതെല്ലാം താൻ തന്നെയാണ് നോക്കുമ്പോൾ പ്രതിഫല രൂപമായിട്ട് കണ്ണാടിയിൽ ഇങ്ങനെ മുഖമായിട്ട് കാണുന്നത്. പക്ഷെ അത് നമ്മൾ കണ്ണാടിയെ അഴുക്കൂടെ ചേർത്ത് കാണുന്നതാണ് ഈ പ്രപഞ്ചം, അല്ലെ? ആ അഴുക്കും കൂടെ ചേർന്നാണ്, അതാണ് വേറൊന്നായി ആയിപ്പോയത്. അതല്ലെങ്കിൽ ഈ പ്രപഞ്ചം ബ്രഹ്മമാണ്. കാണുന്നതെല്ലാം ബ്രഹ്മം തന്നെയാണ്. പക്ഷെ ആ അഴുക്കും കൂടെ ചേർത്താണ് ഇത് കാണുന്നത്. പ്രതിഫലന ഈ അഴുക്കാണ് ഈ അന്ധകരണത്തിൽ മാലിന്യം അതുകൂടെ ചേർത്താണ്, അതിലാണ് പ്രതിഫലിച്ചിരിക്കുന്നത്. അതിന്റെ ആ അശുദ്ധിയും കൂടെ ചേർന്ന് ഇതിനെ ഗ്രഹിക്കുന്നതാണ് അജ്ഞാനം. അതിന്റെ അഴുക്ക് കളഞ്ഞ് ഇതിനെ ഗ്രഹിക്കുന്നത് ജ്ഞാനമാണ്. വാസ്തവത്തിൽ ഇതെല്ലാം ജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ടി ഈശ്വരൻ ചെയ്തിരിക്കുന്ന സൃഷ്ടിയാണ്.
എന്ത് രസമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം ആ സുഷുപ്തിയിൽ കിടന്ന ജീവന്മാർ മോക്ഷമടയട്ടെ എന്ന് വിചാരിച്ച് ഈശ്വരൻ തനുകരണങ്ങൾ കൊടുത്ത് സൃഷ്ടി ചെയ്തിരിക്കുന്നു. ആ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇത് നോക്കി തന്നെ ഉണരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എങ്കിലും ഇതിനെ നോക്കി വേറൊന്നാക്കി അത് സങ്കല്പിച്ച് അതാക്കി ഇതാക്കി അതിലെന്തോ ഇരിക്കുന്നു എന്ന് ഭാവിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതാണ് ജീവൻ ചെയ്യുന്നത്. ഇതാണ് ആജ്ഞ, ഈ അവിദ്യ. ഇതിനെ നീക്കി ആ ജ്ഞാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതെല്ലാം ആനന്ദ രൂപമായിട്ട് നിൽക്കുന്നത് കാണാം. സർവം ആനന്ദം, സർവം ഖലു ഇതം ബ്രഹ്മ, എല്ലാം ആനന്ദ രൂപമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള അനുഭവം. മാധവാനന്ദ സ്വാമി ഇവിടെ വന്നെങ്കിലും കുറെ കാലമൊക്കെ ഇവര് തങ്ങളിലുള്ള ചെറിയൊരു സ്വാമി അദ്ദേഹമായിട്ടുള്ള ചെറിയൊരു വിഷമുണ്ടായിരുന്നു. ഇതറിയാവുന്ന ആള് ആരാണ് ചിന്മാൻഡോസ്. കാരണം ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് പൂക്കളയും, 2 ആഴ്ച ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് പൂക്കളയും. ഒരിക്കൽ വന്നു നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞാലും നമ്മളാരും ഇതിൽ അതീതപ്പെട്ടവരല്ല, അതാദ്യം മനസ്സിലാക്കുന്നു. പിന്നെ ശാസ്ത്രം പറയുന്നതിന് നമുക്ക് അതിൽ വെള്ളം ചേർക്കാൻ പറ്റുമോ? ശാസ്ത്രം ശ്രുതി പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇതാണ് ഇതിന്റെ വഴി, ഇതാണ് ഇതിന്റെ രീതി. ഇത് മനസ്സിലാക്കുമ്പോഴും പതുക്കെ ഈ മനസ്സ് ഈ പറയുന്ന ആ ദുഷിമൊക്കെ വിട്ട് സദാകാരമാകും. അത് തന്നെയാണ് ബ്രഹ്മാകാരമാകുമെന്ന് പറയുന്നത്. മനസ്സ് കരണമാണ്, ഏതിന്റെ ജ്ഞാനത്തിന്റെ കരണമായിട്ട് ഇത് വരും. ബ്രഹ്മാകാരമായി എനിക്ക് ഒരു ദിവസം നമ്മളാരും വിചാരിക്കാതെ തന്നെ ഒരു പ്രയത്നമില്ലാതെ ഇത് ബ്രഹ്മാകാരമായി നിൽക്കുന്ന സമാധി ഇതിൽ കാണാം. കാത്തിരുന്നാൽ ഇതിങ്ങനെ തന്നെ നമ്മുടെ കർമ്മ ഇരിക്കല്ലേ കത്തിച്ചത്. സ്വാമിക്ക് എന്തിന്റെ കുറവായിരുന്നു കേട്ടോ. എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ കഴിവുകളും ഉള്ള ഒരു ഉത്തമനായ ഒരാൾ, യോഗ്യനായ ഒരാൾ. പക്ഷെ ഭഗവാന്റെ മുമ്പിൽ എങ്ങനെയായിരുന്നു? ആ ദാസഭാവത്തിൽ തന്നെ എപ്പോഴും താൻ മിടുക്കനെന്നുള്ള ഒരു ഭാവം അദ്ദേഹത്തിന് വന്നിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. പലപ്പോഴും ഇങ്ങനെ ഇരിക്കുന്ന സ്വഭാവത്തിൽ തന്നെ ഇദ്ദേഹം വർദ്ധിച്ചപ്പോൾ ആരോ പറഞ്ഞു, നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങൾ ആരെന്നറിയാമോ? നിങ്ങൾ ഹനുമാനാണ്. നിങ്ങൾ ആ മരുത്തോമല ചുമന്നുകൊണ്ട് ഒരു കൈ കൊണ്ട് എടുത്തോണ്ട് വന്ന ആളാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞതല്ലാതെ ഹനുമസ്വാമിക്ക് ഓർമ്മ വരില്ല. ആ രീതിയിലുള്ള ഒരു ദാസഭാവനയിൽ അർത്ഥത്തിൽ വേറെ എപ്പോഴും ആ സ്വരൂപത്തിലിരിക്കാനായിട്ട് ശൂലത്തിൽ വേണ്ട ദാസഭാവനല്ല. ഞാനൊരു അഹങ്കാരം ഇതിൽ വരുന്നതാണ് ഉത്തരമായ എല്ലാത്തിൻ്റെയും പ്രശ്നം. അവിടെയൊക്കെ തോക്കാനും താഴാനും ഒക്കെ പഠിച്ച് നമ്മൾ നിന്നാലുണ്ടല്ലോ ആദ്യമേ ഉള്ള പാട്, പിന്നെ ഉണ്ടല്ലോ അത് എൻ്റെ സഹജ സ്വഭാവമായി മാറും. ഹനുമസ്വാമി ഭയങ്കര ഉദാഹരണമുണ്ട്. അദ്ദേഹത്തിന് ശ്രീരാമനെക്കാട്ടിലും കഴിവുകളോ നമുക്ക് നോക്കിയേ കാണാം. പക്ഷെ ആ പാദത്തിൽ താണിങ്ങനെ ഇരിക്കുന്നതായിട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഇതുപോലെ നമുക്ക് ധനമുണ്ടായിരിക്കാം, കഴിവുണ്ടായിരിക്കാം, എന്തെല്ലാമോ ഉണ്ടായിരിക്കാം. പക്ഷെ ഭഗവാന്റെ അടുത്ത് അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആത്മസംസ്കാരം ചെയ്തിരിക്കുന്ന ഒരു നിലയാണത്. ആ ഇരിപ്പ് അതൊരു നിലയാണത്. അവിടെ കാലിങ്ങനെ ഇരിക്കണമല്ല. അദ്ദേഹത്തിന്റെ അപ്പോഴുള്ള ആ മാനസികമായ ഭാവങ്ങളോ അനുഭവമാണ് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ സ്വരൂപനിഷ്ഠനായിട്ട് ഇരിക്കുന്ന രൂപം കാണിച്ചിരിക്കുന്നു. എല്ലാ കുട്ടികളെയും എല്ലാ ദാസോഹം ഗംഭീരോഹം ഇതൊക്കെ ശാസ്ത്രങ്ങൾ പറയുന്നത്. എളിമത്വവും വലിമത്വവും. എളിമത്വത്തിനെയാണോ ഒരു വലിമത്വം എന്ന് പറയുന്നത്, അതുപോലെ ദാസോഹത്തിനെയാണ് ഗംഭീരോഹം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ എങ്ങനെയെങ്കിലും അത് വഴിക്ക് സാധിക്കണം. ഇതാണ് നമ്മുടെ ടാസ്കാണ്. ഇത് ടാസ്കാണ്. എന്ത് ആ മുക്തി വേണമെങ്കിൽ അല്ലെങ്കിൽ കളഞ്ഞു പോവാം. അതെ വേണ്ട, എന്തുവേണം നിങ്ങൾ എന്ത് നമുക്കെന്ത് ഈശ്വരനല്ലോ ഉണ്ടോ. ഈശ്വരൻ നോക്കുന്നത് ഇവൻ അതിന് പക്വനാണ്. പക്ഷെ ഇവന് ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് നീക്കാനുള്ള പരിതസ്ഥിതികളെ കൊടുക്കും. ആ പരിതസ്ഥിതികളിൽ ജയിക്കണം. നമ്മൾ ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ദാസഭാവത്തിൽ മാത്രമേ ജയിക്കാവൂ. മറ്റേ ഭാവമുണ്ട്, അതാണ് അഹങ്കാരഭാവം. അഹങ്കാരഭാവത്തിൽ ജയിക്കാൻ പറ്റില്ല. ഇന്ദ്രിയത്തിനും കടത്തിനും സംബന്ധമുണ്ടാകുമ്പോൾ ഇന്ദ്രിയദ്വാര പുറത്തു വന്ന് ഉരുകിയ അച്ചിൽ ഒഴിക്കപ്പെട്ട ധാരാനീർ പോലെ കടാകാരമായ കടത്തിന് സമാനാകാരത്തെ അടയുന്ന അന്ധക്കരണത്തിന്റെ പരിണാമത്തെ വൃത്തി എന്ന് പറയുന്നു. അന്ധക്കരണം സത്വഗുണകാര്യമായ സ്വച്ഛമായിരിക്കുന്നതിനാൽ അതിൽ ചേതനത്തിന്റെ ആഭാസം ഇരിക്കുന്നത് പോലെ സ്വച്ഛമായ അന്ധക്കരണത്തിന്റെ കാര്യമായ വൃത്തിയിലും ചേതനത്തിന്റെ ആഭാസമുണ്ട്.
വിഷയാകാരമായ കടം തമോ ഗുണകാര്യമായതിനാൽ സ്വരൂപം ആയി തന്നെ ജഡമാകുന്നു. അതിനാൽ അതിൽ അജ്ഞാനവും അതിൻ്റെ ആവരണവും ഉണ്ടെന്ന് പറയുന്നത് ശരിയല്ല. വിചാരദൃഷ്ടിയാൽ നോക്കുമ്പോൾ അജ്ഞാനവും അതിൻ്റെ ആവരണവും ചേതനത്തിലുണ്ടെന്നല്ലാതെ ഘടത്തിനില്ല. അജ്ഞാനം ചേതനത്തെ ആശ്രയമായി ചേതനത്തെ വിഷയം ചെയ്യുന്നു എന്നത് വേദാന്ത സിദ്ധാന്തം. എന്നാലും ഘടാദികളുടെ അധിഷ്ഠാന ചേതനാശ്രിതമായ അജ്ഞാനവും ചേതനത്തെ ആച്ഛാദനം ചെയ്ത് സ്വരൂപത്താൽ തന്നെ ആവൃതമായ ഘടാദികളെയും മറച്ചിരിക്കുന്നത് പോലെ ലോകത്തിൽ പ്രസിദ്ധമാണ്. ആ അജ്ഞാനത്താൽ ആവൃതമായ ഘടത്തെ വിഷയമാക്കാനുള്ള അന്ധകരണത്തിന്റെ ആഭാസസഹിതമായ ഘടാകാര വൃത്തിഭാഗം ഘടത്തിന്റെ ആവരണത്തെ നിവർത്തിക്കുന്നു. വൃത്തിയിലുള്ള ആഭാസഭാഗം ഘടത്തെ പ്രകാശം ചെയ്യുന്നു. ഇപ്രകാരം ബാഹ്യപദാർത്ഥത്തിൽ വൃത്തി, ആഭാസം രണ്ടിനും ഉപയോഗമുണ്ട്. ദൃഷ്ടാന്തം: അന്ധകരണത്തിൽ കുടം കൊണ്ട് ഏതോ ഒരു സാധനത്തെ മൂടിച്ചിരിക്കുന്നു എന്ന് വിചാരിക്കുക. അവിടെ കുടത്തെ തടി കൊണ്ട് അടിച്ചു ഉടച്ചാലും ഇരുട്ടുകൊണ്ട് ആ സാധനം എന്താണെന്ന് അറിയാൻ സാധിക്കുകയില്ല. വിളക്ക് കൊണ്ടുവന്ന് പ്രകാശിപ്പിച്ചാൽ മാത്രമേ സാധനത്തെ കാണുകയുള്ളൂ. ഇതുപോലെ അജ്ഞാനത്തിൽ ആവൃതമായ ഘടത്തിന്റെ ആവരണത്തെ വൃത്തി നശിപ്പിച്ചാലും ആ ഘടം പ്രകാശിക്കുകയില്ല. എന്തെന്നാൽ ഘടം സ്വരൂപത്താൽ തന്നെ ജഡമാകുന്നു. വൃത്തിയും ജഡം. വൃത്തിക്ക് ആവരണനാശം മാത്രം പ്രയോജനം. അതിനാൽ ഘടം പ്രകാശിക്കുകയില്ല. അതിനാൽ ഘടത്തെ പ്രകാശിപ്പിക്കുന്നത് ആഭാസനാകുന്നു. ഇങ്ങനെ പറഞ്ഞത് നേത്ര പ്രത്യക്ഷ ജ്ഞാനത്തിന്റെ സ്വരൂപമാകുന്നു. മറ്റ് ഇന്ദ്രിയ പ്രത്യക്ഷവും ഇപ്രകാരമാകുന്നു എന്ന് ധരിക്കണം. ഇങ്ങനെയാണ് അത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന ഇതാണ്. അതായത് അതെന്താണെന്ന് അറിയണമെന്ന് ഒരു ഇച്ഛ ഉണ്ടാകുന്നതിന് മുമ്പ് ഇതെല്ലാം, ഈ ലോക വിഷയങ്ങളെല്ലാം ഒരാവരണത്താൽ മറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ കാണുന്നില്ല എന്നല്ല അർത്ഥം. ഇത് പർട്ടിക്കുലറായിട്ട് ഇത് മരമാണെന്നോ ഇത് ഇന്നതാണെന്നോ അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതെല്ലാം ആവരണം കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്, തിരശീല കൊണ്ട് മറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനിവിടെ എന്താണ് ചെയ്യുന്നത്? ഇതിൽ എന്താണെന്ന് അറിയണമെന്നുള്ള ഇച്ഛ ഉണ്ടാകുമ്പോൾ ഈ അന്ധകരണ വൃത്തി ഈ ഏതോ ഇന്ദ്രിയം വഴിയാണോ വെളിപ്പെടേണ്ടത് ആ ഇന്ദ്രിയം വഴി വെളിപ്പെടും. കേൾക്കേണ്ടതാണെങ്കിൽ കാത് വഴി വെളിപ്പെടും. മണക്കേണ്ടതാണെങ്കിൽ മണമറിയേണ്ടതാണെങ്കിൽ മൂക്ക് വഴി വെളിപ്പെടും ആ വൃത്തി. എന്നിട്ട് എന്ത് ചെയ്യും? ആ പർട്ടിക്കുലർ ആ വിഷയത്തിന്റെ ആവരണത്തെ മാറ്റും. ആവരണത്തെ മാറ്റുക എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അത് മറഞ്ഞിരിക്കുകയായിരുന്നു. ഓർമ്മിച്ചാൽ മനസ്സിലാവും. നമുക്ക് അറിഞ്ഞൂടാ, എന്തോ ഒന്ന് നിൽക്കുന്നൊന്നല്ലേ, എന്തോ ഒന്ന് എന്നുള്ള രീതിക്കാണ് എല്ലാം പ്രകാശിക്കുന്നത്. പക്ഷെ പർട്ടിക്കുലർ ആയിട്ട് ഇത് ഇന്നതെന്ന് പറയുന്നത് ഇതാണ് ആവാസം. അതെന്ത് ചെയ്യും? ആ വൃത്തി ചെന്ന് അതിന്റെ ആവരണത്തിനെ മാറ്റി ഈ അന്ധകരണം തഥാകരണവും. ആ വൃത്തി എന്ന് പറയുന്നത് അത് ആ രൂപത്തിലേക്ക് അന്ധകരണ വൃത്തിയാകും. ഇതിനെയാണ് നമ്മൾ ഘടം, പടം എന്നൊക്കെ നമ്മൾ അറിയുന്നത്. ഇങ്ങനെയുള്ള ഈ വിഷയാകാര വൃത്തി ഇതിനെ മാറ്റുന്നത്, ഈ വിഷയത്തെ മറിച്ച് ആവരണത്തെ മാറ്റും. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്. 3 വൃത്തികളാണ് പ്രബലമായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ വൃത്തി വിഷയാകാര വൃത്തി, ഇതെല്ലാവർക്കും സുപരിചിതം. ഇനി അടുത്തത് അഘട്ടാകാര വൃത്തി, അത് ഡിവൈനാണെന്ന് പറയും, ഡിവൈൻ. ഇനി ഒന്നുണ്ട്, അതാണ് വിവേകവൃത്തി. അഖണ്ഡാകാര വൃത്തി, വിവേകവൃത്തി ഡിവൈനാണ്. അഖണ്ഡാകാര വൃത്തി സർവ്വസാധാരണമല്ല, അത് വരുത്തേണ്ടതാണ്. അത് വരുത്തിയാലേ വരുള്ളൂ. മറ്റേ വിവേകവൃത്തിയും അതുപോലെ തന്നെ, അത് ഡിവൈനാണ്. അത് സ്വപ്രയത്നം കൊണ്ടല്ല വരുന്നത്. അത് പക്ഷെ ഇങ്ങനെ പ്രയത്നിച്ച് വരവേ ഇത് സ്വാഭാവികമായിട്ട് ഈ അഖണ്ഡാകാര വൃത്തി സംഭവിക്കും. എന്നിട്ട് ഞാൻ ഇതിൽ വസ്തുതന്ത്രമായിട്ട് പറയും, വസ്തുതന്ത്രമായിട്ട് ജ്ഞാനം ഉണ്ടാവും എന്ന് പറയും. ജ്ഞാനം കർത്തൃതന്ത്രമായിട്ട് ഉണ്ടാവുകയാണ്. കർത്തൃതന്ത്രം എന്താണെങ്കിലും നമ്മളൊരു പ്രയത്നം ചെയ്ത് ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്രയത്നം ചെയ്യുന്നത് വേണ്ടത് വെക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇരിക്കുക, സ്വാമി പറയണ ഈ രൂപത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുക, ഇത് വസ്തുതന്ത്രമായിട്ട് ജ്ഞാനം ഇതിലുണ്ടാവും. അത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഈ പറയുന്ന സ്ഥലം.
പക്ഷെ നമ്മൾ അപ്പൊ പറയുന്നു സ്വാമി പ്രയത്നിക്കാൻ ഉണ്ടാവുന്നതല്ലാത്തത് കൊണ്ടേ സ്വാമി നമ്മളത് പ്രയത്നം ഉപേക്ഷിച്ചാൽ പോരെ സ്വാമി എന്ന് പറയും. അപ്പൊ പ്രയത്നം ഉപേക്ഷിച്ചാൽ ഉറങ്ങാം, അത്രേ. പ്രയത്നം ഇല്ലെങ്കിൽ എന്ത് വെച്ചു ചുമ്മാ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഈ പറഞ്ഞ സുഷുപ്തി പറഞ്ഞ അതേ സിമിലറാണ്. ഇത് രണ്ടും ഒരുപോലെ നിൽക്കുകയാണ്, പാരലായിട്ട് നിൽക്കുകയാണ്. ഇതില് ഇവിടെ ജ്ഞാനം എന്ന് പറയുന്നത് ആ ഉണർവോട് കൂടി വരണം. ഈ പറഞ്ഞ പ്രപഞ്ച വിസ്മൃതി വരണം. ഈ പ്രപഞ്ച നിരാകാരമായ പ്രപഞ്ചത്തിന്റെ നിരാകാരത്വം ഉണർവോടുകൂടി സംഭവിക്കുന്ന സമാധിയും, ഈ പ്രപഞ്ചത്തിന്റെ നിരാകാരം ഇതില്ലാതെ വ്യക്തിയില്ലാതെ സംഭവിക്കുന്ന സുഷുപ്തിയും. ബോധമില്ലായിരുന്നു പോയി. അതുകൊണ്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല. തീരെ ഇല്ലെന്നല്ല, അതിൽ കുറച്ച് സമയം കിടക്കുന്ന സമയം ആ ഒരു സുഖം, ആ നല്ല സുഖമായി ഉറങ്ങി ആരോഗ്യമൊക്കെ ഉണ്ടാവാനുള്ള അത്രയേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ബോധപൂർവമായിട്ട് ഈ പ്രപഞ്ച നിരാകാരം നമ്മൾ ഉണ്ടാക്കണം. വാസ്തവത്തിൽ ഈ പ്രപഞ്ചം ഈ രണ്ടാമതൊന്നല്ലാത്ത താൻ തന്നെയാണെന്ന് അറിയുന്ന ആ ഒരു ജ്ഞാനം കൊണ്ട് ഇത് നശിക്കുന്നുള്ളൂ. അല്ല, നശിക്കില്ല. അല്ലെങ്കിൽ അന്യമായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കും. എങ്കിലും ഒരു പരിധി വരെയൊക്കെ മഹത്തുക്കള് അതിനെ വിസ്മരിച്ച് 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 നിന്ന് പഴകി ഈ ജ്ഞാനത്തിൽ വരും. അതിന് പർട്ടിക്കുലർ ആവുകയാണെങ്കിൽ അതിനോട്ട് മനോവൃത്തികൾ അതിലേക്ക് പായും. മനസ്സ് അതായിട്ടും ഘടമായിട്ടും പടമായിട്ടും ഒക്കെ പരിണമിച്ച് നിൽക്കും. ഈ പരിണാമത്തിനെ പൂർണ്ണമായി എടുത്തു കളയാനാണ് പറഞ്ഞത്. വിഷയാകാര വൃത്തിയെ എടുത്തു കളയാനാണ് പറഞ്ഞത്. എങ്കിലേ അരുണ്ടാകാര വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് സ്വാമി ആരോ ചോദിച്ചു, സ്വാമി അങ്ങനെയാണെങ്കിൽ വിഷയാകാര വൃത്തി എടുത്തു കളഞ്ഞ് സുഷുപ്തി ഇരിക്കുന്നുണ്ടല്ലോ, നമുക്ക് അവിടെ എന്താണ് ഈ ജ്ഞാനം ഉണ്ടാവാത്തത് എന്ന് ചോദിച്ചു. അതിന് സ്വാമി പറഞ്ഞു, അവിടെ സംഭവമെല്ലാം ശരി തന്നെ, പക്ഷെ ഒരു പ്രജ്ഞയില്ലല്ലോ, നിനക്ക് ബോധമില്ലല്ലോ, നീ അതിന് അന്വേഷിക്കുന്ന രൂപത്തിലൊരു ചിന്ത നിനക്കില്ലല്ലോ അവിടെ. ഇതങ്ങനെയല്ല. ഇത് ഈ രൂപത്തിൽ ആ ജിജ്ഞാസയോടുകൂടി തന്നെ ഇതിൽ വർത്തിക്കും. അപ്പൊ ഉറക്കമല്ല, അവിടെ ഉണർവോടുകൂടി തന്നെ ഈ പ്രപഞ്ച വിസ്മൃതി വന്ന് സമാധി ഏർപ്പെടും. ഇതാണ് ഇതിന്റെ ഗുഡൻസ്. അപ്പം ശാസ്ത്രങ്ങളുടെ ഉപയോഗം മനസ്സിലായോ? ശാസ്ത്രങ്ങളില്ലാതെ ഇതിൽ വരാൻ പറ്റില്ല. ശാസ്ത്രങ്ങൾ എന്തിനാണ്? ഈ പ്രപഞ്ച നിരാകാരം ഉണ്ടാക്കാനായിട്ട് ഉള്ള സൂത്രങ്ങളായിട്ടാണ് ശാസ്ത്രം ഇരിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ കണ്ണടച്ചിരുന്നാൽ മാത്രം മതിയായിരുന്നു ഒരാൾ, ഒരു കണ്ണടച്ചിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ കണ്ണടച്ചിരിക്കുന്നവർക്ക് സുഷുപ്തിയെ വരുന്നുള്ളൂ, സമാധി വരുന്നില്ല. ഇതുവരെ കണ്ടിട്ടില്ല. കുംഭകർണനും ചോദിച്ചു ഭഗവാന് ഉറങ്ങാനുള്ള വരം തരാൻ ചോദിച്ചു. മുചുകുന്ദനൊക്കെ വരം ചോദിച്ചു വാങ്ങിച്ചു. കാരണം ഈ സമാധി എന്ന് പറയുന്നത് സുഷുപ്തി പോലെയാണെന്ന് കരുതിയാണ്. ഒടുവിലാണ് അറിയുന്നത് അല്ല, എത്ര കാലം ഇരുന്നാലും അതിൽ നിന്ന് ഉണരുമ്പോൾ രാഗദ്വേഷ മതമത്സരങ്ങൾ അതുപോലെ തന്നെ തിരിച്ചു വരും, പഴയ കണക്ക് തന്നെ തിരിച്ചു വരും. എന്നാൽ സമാധിയിൽ നിന്ന് വരുന്നവർക്ക് ഈ രാഗദ്വേഷ മതമത്സരങ്ങൾ ഇല്ല, കംപ്ലീറ്റ് ഇല്ലാതായി പോകും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രൂപത്തിലാണ് മനസ്സിലാക്കുക. നമ്മൾ ഏതാണ്ട് 11 വരെ വായിച്ചു തീർത്തു. വായിച്ചു തീർത്തിട്ട് കാര്യമില്ലല്ലോ, കാര്യങ്ങളൊക്കെ കുറിച്ച് വിശകലനമൊക്കെ ചെയ്ത് ഇങ്ങനെ പതുക്കെ പോയാലും മതി. 11 കഴിഞ്ഞു എന്ന് വിചാരിക്കും. എന്തെങ്കിലും പറയാനുണ്ടോ കൃഷ്ണ? ഉത്സവക്കെല്ലാം പറയാനുണ്ടോ? അതായത് പറഞ്ഞല്ലോ, സംസാരിച്ചില്ല, അത് വേണം. എല്ലാവരും അവരവർക്ക് അറിയാവുന്നത് കൂടെ ഈ അവസരത്തിൽ പറയുന്നത്, ഓർമ്മിച്ച് പറയുന്നത് നല്ലതായിരിക്കും. അത് സന്ദർഭം അനുസരിച്ച് തന്നെ പറയുന്നത്, അതെല്ലാം ഉപയോഗമുള്ളൂ. കാരണം ഇവിടെ നമുക്ക് ഓർമ്മിക്കാൻ ഗുരുക്കന്മാരുണ്ട്. അവർ ആചരിച്ച കാര്യങ്ങളും നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അത് വെച്ച് തന്നെ വരച്ച് നമ്മൾ ഇതിനെ മനസ്സിലാക്കാനും ശ്രമിക്കണം. നോക്കണോ കൃഷ്ണ, എത്ര നമ്മുടെ മാധവാന്റെ സ്വാമിയെ ഓർമ്മിക്കുക ചെറുതായിട്ട്. സ്വാമി പറയുന്നത് വെച്ചാൽ അദ്ദേഹം ഒരു വാദ്യരായിരുന്നു, ടീച്ചറായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ എപ്പോഴും ഒക്കെയാണ് ഒരു ചെറിയൊരു ഗീതയുടെ ഒരു പുസ്തകം കിട്ടിയെന്നാണ് പറയുന്നത്. ഗീത, ചെറിയൊരു പുസ്തകം. അദ്ദേഹം അതിലൂടെ 12 പദ്യങ്ങൾ വായിച്ചതോടുകൂടി തന്നെ അദ്ദേഹം ആദ്യം ചെയ്തത് എന്തിനാണെന്ന് അറിയാമോ? ജോലി രാജിവെച്ച് സ്ഥലം വിട്ടു. അങ്ങനെ ചെയ്യാനൊന്നും അല്ല പറയുന്നത്. അത് എന്തുമാത്രം അതില് ആ പൂർവ്വജന്മത്തിൽ തന്നെ ഇതെല്ലാം കഴിഞ്ഞു വെച്ചിരിക്കുന്നവരാണ്. അതാണ് കാര്യം. പൂർവ്വജന്മത്തിൽ തന്നെ നമ്മുടെ ചിന്താ പറഞ്ഞ ധാരണ എന്നുള്ള ഭൂമി കഴിഞ്ഞ് വെച്ചിരിക്കുന്ന ആളാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഓരോരുത്തരും അവരുടെ പൂർവ്വജന്മത്തിന്റെ ബാലൻസ് ആണിത്.
അല്ലാതെ ഇപ്പൊ അങ്ങോട്ട് വന്നിപ്പോ ഉടനെ ചെയ്യുന്നതല്ല ഒന്നും. എത്രയോ ജന്മങ്ങളില് ഭൂതജന്മങ്ങൾ കോടി പുരുതനാമേ. നമുക്ക് വിചാരിക്കും നമ്മളൊന്നുമില്ല. അങ്ങനെയല്ല, ജന്മാന്തരങ്ങളായിട്ട് ഇങ്ങനെ വരുന്നവരാണ് ഇതിലേക്ക് വരുന്നത്. അങ്ങനെ വന്ന് അവര് വന്ന് മെല്ലെ മെല്ലെ വീട് ചേർവാ, പതുക്കെ പതുക്കെ വീട് മോക്ഷം. നിന്റെ ജന്മങ്ങളാണ് ഉപദേശിക്ക വെളിവന്ന ഗുരുവേ പോറ്റി. ഉയ്യവേ മുക്തി നൽകുമതവിക്കോരുതവിനായേ ചെയ്യുമാറും കാണേ തിരുവടി പോറ്റി പോറ്റി. സത്യത്തിൽ സുഖനമാം ഗുരുവേ പോറ്റി. ചലനമില ശാന്തപര ഗുരുവേ പോറ്റി. നിത്യ നിർഗുണமான ഗുരുവേ പോറ്റി. നിരന്തരമായി നിന്റെ പര ഗുരുവേ പോറ്റി. ശുദ്ധപരവെളിயான ഗുരുവേ പോറ്റി. സൂക്ഷ്മമായി നിറந்த പര ഗുരുവേ പോറ്റി. അദ്വൈതപൂരണമാം ഗുരുവേ പോറ്റി. അഖണ്ഡമതാം സദ്ഗുരുവേ പോറ്റി.